واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم ثلاثة كلهم حق على الله عونه المجاهد في سبيل الله والناكح يريد العفاف والمكاتب يريد الأداء. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, ആദരണീയനായ സൂഫി ഹാജി, അതുപോലെ മറ്റു ഉസ്താദുമാർ, ഉമറാക്കൾ, ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥിനികൾ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാദിക്കുകളിലുമുള്ള നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സൂറത്തു നൂറിലെ വളരെ ശ്രദ്ധേയമായ ഒരുപാട് വിഷയങ്ങൾ നാം സംസാരിച്ചു. ബലിപെരുന്നാളിൻ്റെ ലീവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം ക്ലാസ് തൽക്കാലം നിർത്തിവെച്ചതായിരുന്നു. ഇന്ന് വീണ്ടും ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ക്ലാസ് നടക്കേണ്ട ഇതേ ദിവസം നമ്മുടെ കോളേജിലെ മുതിർന്നൊരു വിദ്യാർത്ഥിയായ ഹാഫിൽ മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ഒരു മതപ്രഭാഷണമാണ് ജാതിക്കൂട്ടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പം അത് അതിൻ്റെ പബ്ലിസിറ്റി ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യമായി ക്ലാസ്സിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഉമ്മവങ്ങന്മാരോടൊക്കെ അടുത്ത ഈ ക്ലാസ്സിന് പകരം നിങ്ങളൊക്കെ അവിടെ വന്ന് നേരത്തെ വന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കും. 2 ദിവസം നിൽക്കുന്ന പ്രഭാഷണം ആ പരിപാടിയാണ്. നിങ്ങളെല്ലാവരും അവിടെയാണ് അടുത്ത വെള്ളിയാഴ്ച വരേണ്ടത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ജാതിക്കൂട്ടം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം പന്തലൊക്കെ കെട്ടി വലിയ വിപുലമായ പരിപാടിയാണ്. അള്ളാഹു അത് ഭംഗിയിൽ നിർവഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്നത്തെ ആയത്തിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നാം സംസാരിക്കാൻ പോകുന്നത്. സൂറത്തു നൂറിൽ അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളുടെ അയ്യമുകളെ, അവിവാഹിതരായ ആൺകുട്ടികളെ, പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്തു നൽകുക, അവരെ കല്യാണം കഴിച്ചു നൽകുക എന്ന് മക്കളുടെ രക്ഷിതാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്. ഇസ്ലാമിൽ വിവാഹം എന്നത്, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് വിവാഹ ജീവിതം എന്നത് നമ്മുടെ മാമൂലായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ചേർന്നിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാതെ വിവാഹമൊന്നും ചെയ്യാതെ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം എന്നത് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അവഗണന രീതിയിൽ കാണുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ നാട്ടുമാമൂലായി മാറിയ ഒരു കാര്യമാണെങ്കിൽ, ഇസ്ലാമിൽ അത് വലിയൊരു ഇബാദത്തായി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇസ്ലാം അത് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിലേക്ക് 3 സഹാബികൾ വന്നു. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയാണ് വീട്ടിലുണ്ടായത്. ആയിഷ ബീവിയോട് വന്ന് ചോദിച്ചു. അവർ എന്താ ചോദിച്ചത്? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ ബീവിയെ,
ഞങ്ങൾ ഇവിടെ വന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലുള്ള ഇബാദത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ നോമ്പിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറക്കമിളച്ചലിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഈ കടന്നു വന്ന 3 സഹാബികളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറക്കിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു. ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് നേരത്തെ ഉറങ്ങും, പാതിരാക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, വീണ്ടും നബി ഉറങ്ങും. അങ്ങനെ സുബ്ഹിനോടടുത്ത സമയം വീണ്ടും എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരിക്കുമ്പോൾ ബിലാലുൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും. അങ്ങനെ ഇഖാമത്ത് വരെ അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ഇടതുഭാഗത്ത് ചെരിഞ്ഞ് കടന്നുകൊണ്ട് ഇഖാമത്തിനെ പ്രതീക്ഷിക്കുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ രാത്രിയെ സംബന്ധിച്ച് മറുപടി നൽകി. നബിയുടെ നോമ്പിനെ പറ്റി ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ എടുക്കുന്ന സുന്നത്ത് നോമ്പ് അപൂർവമായ സുന്നത്ത് നോമ്പിനെ പറ്റി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാര്യമാരുമായി പുലർത്തിയിട്ടുള്ള പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് വളരെ ചെറുതായിട്ടാണ് അനുഭവപ്പെട്ടത്. കഅന്നഹും തഖാല്ലുഹാ, കഅന്നഹും തഖാല്ലുഹാ, അവർക്കത് കുറച്ചായി തോന്നി, അത്രയേ ഉള്ളൂ, നബി അങ്ങനെ ചെയ്യാറുള്ളൂ. വളരെ ആവേശഭരിതരായി ഒരുപാട് നിസ്കരിക്കാൻ, ഒരുപാട് ഉറക്കമെടുക്കാൻ, നോമ്പെടുക്കാൻ പ്രവാചകന്റെ സുന്നത്തും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വന്ന് ചോദിച്ചതാണ്. പക്ഷേ അവർ വിചാരിച്ചതല്ല. അവർക്ക് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയിൽ നിന്ന് ലഭിച്ച മറുപടി അവർക്ക് വളരെ കുറച്ചേ തോന്നിയില്ല. നബി അത്രയേ ഉള്ളൂ, നബി അത്രേ നിസ്കരിക്കലുള്ളൂ, നബി രാത്രി അധികം ഉറങ്ങലാണോ? കഅന്നഹും തഖാല്ലുഹാ, നബിയുടെ രാത്രിയുടെ ഇബാദത്ത് അവർക്ക് വളരെ കുറച്ചായി അവർക്ക് അനുഭവപ്പെട്ടു. നബിയുടെ സുന്നത്ത് നോമ്പുകൾ അവർക്ക് വളരെ കുറഞ്ഞതായി അനുഭവപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആ ജീവിതം, അതിനപ്പുറം റുസുലത്ത്, ഭാര്യയൊക്കെ കുടുംബമൊക്കെ വെടിഞ്ഞ് ഏകാന്തമായൊരു ജീവിതം, സർവ്വസമയവും അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടാൻ അവരിഷ്ടപ്പെട്ടപ്പോൾ നബിയുടെ ജീവിതം അതിന് വിഭിന്നമായിട്ടാണ് അവർക്ക് തോന്നിയത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവരാ സദസ്സിൽ നിന്ന് വിരിഞ്ഞുപോയിട്ട് അവർ ശപഥം ചെയ്തു. എന്താണ് ശപഥം ചെയ്തത്? അതിലൊരു സഹാബി പറഞ്ഞു, ഞാനൊരിക്കലും ഉറങ്ങില്ല, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും. മറ്റൊരു സഹാബി പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്യുന്നില്ല, ഞാൻ കുടുംബബന്ധം പുലർത്തുന്നില്ല, അത്രയും സമയം മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടും. കുടുംബവുമായി വ്യാപൃതപ്പെട്ട് മക്കളുമായി അങ്ങനെ നമ്മോട് ബന്ധപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അത്രയും ഇബാദത്തിന് പിരീഡ് കുറയുകയാണല്ലോ. മറ്റൊരു സഹാബി തീരുമാനിച്ചു, ഞാൻ ജീവിതം മുഴുവനും നോമ്പെടുക്കും, നിർബന്ധമായി നോമ്പ് മുറിക്കേണ്ട ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കുമെന്ന് ശപഥം ചെയ്തു. അവർ തിരിച്ചുപോയി. ഈ വാർത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വിവരം ലഭിച്ചു. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തന്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ആയിഷ ബീവിന്റെ അടുത്തേക്ക് വന്നത്? അതേ നബിയെ. നിങ്ങളാണോ എന്റെ രാത്രിയെ സംബന്ധിച്ച് അന്വേഷിച്ചത്? അതേ നബിയെ. നിങ്ങളാണോ എന്റെ നോമ്പിനെ പറ്റി അന്വേഷിച്ചത്? അതേ നബിയെ. നിങ്ങളാണോ എന്റെ കുടുംബ ജീവിതത്തെ പറ്റി അന്വേഷിച്ചത്? അതേ നബിയെ. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ രാത്രി കുറച്ച് ഉറങ്ങാനായി, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നതിനായി, നിങ്ങളുടെ നോമ്പ് മുറിച്ചുള്ള ജീവിതത്തിനായി ഞങ്ങൾക്ക് വിഷമമില്ല. പക്ഷേ ഞങ്ങൾ വളരെ പിറകിലാണ്, ഞങ്ങൾ നിങ്ങളെക്കാളും എത്രയോ പിറകിലാണ്. നിങ്ങളാണെങ്കിൽ രാത്രി മുഴുവനും നോമ്പെടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം, കാലം മുഴുവനും നോമ്പെടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം, രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യൽ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു എല്ലാം പൊറുക്കപ്പെട്ടവരാണല്ലോ. നമ്മൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാലം മുഴുവനും നോമ്പെടുക്കാൻ ശപഥം ചെയ്തിട്ടുണ്ട് നബിയെ. മറ്റേ സ്വഹാബി പറഞ്ഞു, ഫാനാഖൂമുൽ ലൈൽ, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കാൻ ശപഥം ചെയ്തിട്ടുണ്ട് നബിയെ.
മറ്റേ സഹാബി പറഞ്ഞു ഫഅന അഅ്തദുൻ നിസാ, എന്റെ ഭാര്യന്റെ അടുത്ത് ഞാൻ പോകൂലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് നബിയെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്, ഓരോന്നായി വിവരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ നോമ്പെടുക്കരുത്, നിങ്ങൾ അങ്ങനെ രാത്രി ഉറക്കമൊഴിഞ്ഞ് നിസ്കരിക്കരുത്, നിങ്ങൾ അങ്ങനെ ഭാര്യമാരെ ഒഴിവാക്കരുത്, ഭാര്യമാരിൽ നിന്ന് അകന്നു നിൽക്കരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ വിവരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരണമാണ്. നിങ്ങൾക്കറിയില്ലേ, വമിൻ സുന്നത്തി അന്നിക്കാഹ്, വമിൻ സുന്നത്തി അന്നിക്കാഹ്, എന്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹ ജീവിതം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ ചില ഹക്കുകളുണ്ട്, അത് വീടേണ്ടതുണ്ട്. ആ ഭാര്യമാരെ ഹക്ക് വീടൽ എന്റെ സുന്നത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫല്യസ്തുന്ന ബിസുന്നത്തി, എന്റെ സുന്നത്ത് പിൻപറ്റുകയാണ് വേണ്ടത്. വമിൻ സുന്നത്തി, എന്റെ ചര്യയിൽപ്പെട്ടതല്ലേ അന്നിക്കാഹ്, വിവാഹമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ അവർക്ക് പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുടുംബബന്ധം പുലർത്തുന്നതിന് അവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തസവ്വജ ബിംറഅ, മൻ തസവ്വജ ബിംറഅ, ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ ഫഖദ് അഹറദ സുലുസൈ ദീനി, അപ്പോഴേ അവന്റെ ദീനിന്റെ 2/3 അതിലൂടെ അവൻ പൂർത്തിയാക്കിയിട്ടുള്ളൂ. പരിശുദ്ധ ദീനിന്റെ 2/3 ഭാഗവും കിടക്കുന്നത് വിവാഹ ജീവിതത്തിലാണ്, കുടുംബം പുലർത്തുന്നതിലാണ്, വിവാഹം ചെയ്യുന്നതിലാണ്, ഒരു ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് പുൽകുന്നതിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിവാഹം ചെയ്യേണ്ട, കുടുംബജീവിതം നയിക്കേണ്ട ഒരു ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് അണച്ചു പിടിക്കേണ്ട വളരെ പ്രാധാന്യങ്ങളാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, ഈ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലും പറയുന്നത്. അല്ലാഹു പറയുകയാണ്, വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളുടെ അയ്യിമുകളെ നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ അയ്യിമ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. അവർക്ക് വിവാഹം നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം, അത് നടത്തി കൊടുക്കണം. ഇതാരോടാണ് കൽപ്പന? അവരുടെ വലിയകളോടാണ്, അവരുടെ അധികാരികളോടാണ്, അവർ നയിക്കുന്ന നായകരോടാണ് അള്ളാഹുവിന്റെ ഈ കൽപ്പന. അപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ അവരെ സമയത്തുമ്പോ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. വേഗം നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിലാ ഖൈറുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വേഗം നിക്കാഹ് ചെയ്യുന്നതിലാ അത് ഖൈർ. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ വളരെ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അധികം അത് പറഞ്ഞുകൂടാ, കാരണം നമ്മളെ കയ്യും കാലൊക്കെ കെട്ടിയിട്ട് തുറുങ്കിലടക്കപ്പെടും. ശൈശവ വിവാഹം വലിയ കുറ്റാണല്ലോ. നമ്മളൊക്കെ അതിനെ പറഞ്ഞ് ഏണി വെച്ച് അതിന് അവസരം വെച്ച് കൊടുത്തു കഴിഞ്ഞു, ഏതല്ലാതെ നമുക്ക് നടക്കൂല. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് വലിയൊരു കാര്യമാണ്. എന്തുകൊണ്ട്? മറ്റു ചിന്തകളും മറ്റു മാർഗങ്ങളൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പുരുഷന്റെ കയ്യിലേക്ക് ഒരു പെൺകുട്ടി ഏൽപ്പിച്ചാൽ അത്തരം ചിന്തകൾ കടന്നു വരൂല തന്നെ. നമ്മുടെ സ്കൂൾ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഭക്ഷണ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ഈ ഒളിച്ചോട്ടങ്ങൾ കേളോത്തത് കുറവാന്നാണ് വിചാരിക്കുന്നു. ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ ആഴ്ച പോയ പുതിയ പുതിയ ന്യൂസുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഓടി ഇവിടുന്ന് ഓടി ഇവിടുന്ന് ഓടി. ഇപ്പൊ നമ്മളെ വരക്കുന്ന എപ്പോൾ കേൾക്കുന്നേ അറിയണ്ടുള്ളൂ, അത്ര എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അയൽവക്കത്തു നിന്നൊക്കെ ഓടിയ കഥ ഇങ്ങനെ കേൾക്കാം. അതൊരു പുതുമയല്ലാതായിരിക്കുകയാണ്. ആളുകളുടെ വ്യാപകമായ വാർത്തയായിരുന്നു. കേളോത്തുനിന്ന് അങ്ങനെ കേട്ടിട്ടില്ല. വളരെ അപൂർവമായിട്ടുണ്ടെങ്കിലും നമ്മൾ വലുത് പർവ്വതീകരിച്ച് പറയുകയും വേണ്ട. ഏതായിരുന്നാലും ഈ പെൺകുട്ടികളുടെ ഒളിച്ചോട്ടത്തിന് അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരുടെ മോശമായ ബന്ധങ്ങൾക്കൊക്കെ തടയിടാനുള്ള മാർഗമാണ് സ്ത്രീകളെ, പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്യുക എന്നത്. അത് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സാഹചര്യം അങ്ങനെ നടക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ ശരി നോക്കുകയാണെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൽ വേഗം പെൺകുട്ടികളെ അതിന്റെ സമയത്ത് മുമ്പാകുന്ന അത്രയും വേഗം വിവാഹം ചെയ്തു കൊടുക്കല ഖൈർ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പെൺകുട്ടികളെ വേഗം വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ ഖൈറുണ്ട്. മാത്രമല്ല ഇനി ആൺകുട്ടികൾക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണോ, ചെറുപ്പക്കാരെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, ഒരു പെണ്ണിന് മഹർ കൊടുക്കാനുള്ള ശേഷി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, ഒരു പെണ്ണിനെ പുലർത്താൻ, ഒരു പെണ്ണിന് മഹർ കൊടുക്കാനുള്ള ശേഷി നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ ഫത്ലതസവ്വജ്, വേഗം വിവാഹത്തെ പറ്റി ആലോചിക്കണം, വിവാഹത്തിലേക്ക് കടന്നു വരണം.
ഒരാണിന് പിന്നെ വാപ്പ കെട്ടിച്ചു കൊടുക്കുന്നു വേണ്ടല്ലോ, സ്വന്തം നിക്കാഹ് ഏറ്റുവാങ്ങാണ്. ഒരു പെണ്ണിന്റെ വാപ്പ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ പിതാവിൽ നിന്ന് ആ പെണ്ണിന്റെ ഉത്തരവാദിത്തം ഏറ്റുവാങ്ങി വേണ്ടു. ബാപ്പാനോട് ചോദിക്കാനില്ല, ഉമ്മാനോട് ചോദിക്കാനില്ല. ചോദിച്ചൊക്കെ പൊരുത്തത്തിന് മേടിച്ചാൽ അതൊന്ന് പൊരുത്തായി എന്ന് മാത്രം. ശറയിൽ അത് വുജൂബൊന്നുമില്ല. ബാപ്പാനോടും ഉമ്മാനോടും ചോദിച്ചില്ലെങ്കിൽ നിക്കാഹിന് ഒരു കോട്ടോ ഇല്ല. ഏതെങ്കിലും വല്ല ഇന്തോനേഷ്യയിലും പോയിട്ട് ഒരു പെണ്ണ് കെട്ടാൻ ബാപ്പാനോട് ചോദിക്കണ ഒന്നും വേണ്ട. പൈസ ഉണ്ടെങ്കിൽ 2 കെട്ട 3 കെട്ട 4 കെട്ട ഇസ്ലാം അനുവദിച്ചതാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ ശരി വരൂ, സംഗതി ഉള്ളതാണ്, അതിനൊരു കുഴപ്പവും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ പെൺകുട്ടികളെയൊക്കെ നോക്കി നടത്താൻ പറ്റുമെങ്കിൽ അത് ഖൈറാണ്. ആ കാര്യം ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ അത് ഖൈറാണ്. ഖൈറല്ലാതെ അതിലില്ല. പെണ്ണുങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയില്ല, വലിയ മലമറിഞ്ഞു വരുന്ന കേസാണ്. പക്ഷെ അതിൽ ഖൈറേ ഉള്ളൂ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവുമെങ്കിൽ അതൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അവരെ നല്ല നിലക്ക് നോക്കി പുലർത്താൻ കഴിയണം. അത് ഒന്ന് കെട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, അവൾക്ക് ഒരുപാട് ബാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചവനെ ആവൂലെന്ന് കരുതിയിട്ട് ആരും പെണ്ണിട്ടെടുക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ആവുന്ന വിചാരിക്കുക ഇൻഷാ അല്ലാഹ്. എന്നതുപോലെ ആരോഗ്യവും സമ്പത്തും നോക്കാനുള്ള സമ്പത്തുണ്ടെങ്കിൽ 2-3 ഇന്തോനേഷ്യയിലൊക്കെ പോയി ഇപ്പം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, മാട്ടൂടിൽ വെച്ച്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം അല്ല ഞായറാഴ്ച, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഫ്രഷ് ഫീസാണ്. എന്തിനാ ഇന്തോനേഷ്യ പോയി? എന്റെ പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാപ്പ അവിടെ ചെയ്യാൻ വേണ്ടി പോയതാണ്. അതങ്ങനെ ബാപ്പ അവിടെ പോയി ഇന്തോനേഷ്യയിൽ പോയ സുലഭമാണ്. ഇപ്പൊ വേണേ കേട്ടാ നമുക്കൊക്കെ പോയ പെണ്ണ് കിട്ടുമെന്നാ പറയുന്നത്. അവിടെ എളുപ്പമുള്ള കേസാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പെണ്ണ് വളരെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അധികം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെ പ്രയാസമായി മാറിയിട്ടുണ്ട്. പഴയതുപോലെയല്ല അല്ലേ? പെൺകുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ 6 മാസം വന്ന് ദണ്ടിയിട്ട് തിരിച്ചു പോവാണ്, പെണ്ണിനെ കിട്ടാതെ തിരിച്ചു പോവാണ്. കുറച്ചു മുമ്പൊക്കെ പെണ്ണ് കിട്ടുക എന്ന് പറഞ്ഞാൽ, പെൺകുട്ടിയൊക്കെ ഒരു പുതിയാപ്പിള കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ. ഇപ്പൊ അതൊക്കെ മാറി പെൺകുട്ടികൾ ഇപ്പൊ വളരെ ക്ഷാമമായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡിമാൻഡാണ്. ഏതായാലും പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പരമാവധി വേഗം ചെറുപ്പക്കാർ അവരുടെ യൗവനത്തിന്റെ ആദ്യത്തിൽ തന്നെ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ കഴിഞ്ഞാൽ അവതുണ്ടെങ്കിൽ വേഗം പോയി മഹർ കൊടുത്തൊരു പെണ്ണിനെ കെട്ടുക. മഹർ അവളാണ് നിശ്ചയിക്കേണ്ടത്. പെണ്ണിന്റെ അവകാശമാണ് മഹർ. എനിക്ക് ഇത്ര മഹർ കിട്ടണം, എന്നാലേ ഞാൻ അവൻ എന്റെ പുതിയാപ്പിളയെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയാൻ അവൾക്ക് അവകാശമാണ്. ശറഅ് വെച്ച് കൊടുത്ത അവകാശമാണത്. മഹർ ഇപ്പൊ 10-15 പൗണായിട്ടുണ്ട് നമ്മുടെ നാട്ടിലില്ലേ? 10 അല്ലേ? 10 സാധാരണയാ. ഏറ്റവും ചുരുങ്ങിയ 10 ശരിയാണോ പറഞ്ഞത്? ഞാനൊരു 5-8 കൊല്ലം ഇവിടെ വന്നിട്ട് 10 ഇങ്ങനെ കാണുന്നത്. ഇനി ഇപ്പുറം നോക്കലില്ല. ഏറ്റവും ചുരുങ്ങിയ 10 പവനാണ്. സിദ്ദീഖിന് വേടിയാണെന്നുണ്ട്. അപ്പൊ എനിക്ക് എത്ര മഹർ വേണമെന്ന് പറയാനുള്ള അവകാശം അത് പെണ്ണിനുള്ള അവകാശമാണ്. ആ അവകാശമൊക്കെ ശരിക്കും അറബ് രാജ്യത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇല്ലേ? എത്ര മഹർ എടുത്തിട്ട് ഒരു കഷ്ടപ്പെട്ട ഒരു പുരുഷൻ മഹറുണ്ടാക്കി ഒരു പെണ്ണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് പെട്ടെന്നൊന്നും ഭർത്താവിന് ഒഴിവാക്കി കൊടുക്കാൻ കഴിയൂല. ഭർത്താവിന് ഒഴിവാക്കാൻ പെട്ടെന്ന് ഒരു പെണ്ണിന് സാധ്യമല്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പെണ്ണിനെ ഇവൻ മഹർ കൊടുത്ത് പുൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് യഥേഷ്ടം പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ മാർഗങ്ങൾ വെച്ച ശറഅ് പെണ്ണിന് യഥേഷ്ടം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയൂല. ഒരുപാട് കടമ്പകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. പെണ്ണിന് പെട്ടെന്ന് മാപ്പിളിനെ ഒഴിവാക്കാൻ കഴിയൂല. കാരണം അത്രയും പ്രയാസം സഹിച്ച് മഹറുണ്ടാക്കി വലിയ മഹർ, അവർ ആവശ്യപ്പെടുന്ന മഹർ കൊടുത്ത് വാങ്ങിയവളാണ് ആ പെണ്ണ്. അപ്പൊ ഒരു പെണ്ണിന്റെ അവകാശമാണ് മഹർ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ മഹർ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മഹർ കൊടുക്കാനാവതായാൽ നിങ്ങൾ വേഗം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം അത് വളരെ പുണ്യമുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിവാഹം ചെയ്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. ഒരുപാട് വിവാഹം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു തആല വെച്ചു കൊടുത്തൊരു പ്രത്യേകതയാണ്, അവകാശമായി കൊടുത്തതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൻ നിസാ. അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അം യഹ്സുദൂനന്നാസ്, അവർ ബഹുമാനപ്പെട്ട നബിയോട് അസൂയ വെക്കുന്നുണ്ടോ? അം യഹ്സുദൂന, അവർ അസൂയ വെക്കുന്നുണ്ടോ? അന്നാസ്, നബിയോട്. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാ, അന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും. പക്ഷെ ഇവിടെ അന്നാസ് കൊണ്ട് വിവക്ഷിതം അള്ളാഹുവിന്റെ റസൂലാണ്, ഒരാളാണ്. മൊത്തം പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരാളെ ഉദ്ദേശിക്കപ്പെടും. ചില സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ ഖുർആൻ. ഈ ആയത്തിലെ അന്നാസ് സമൂഹം എന്നാണ് അതിനർത്ഥമെങ്കിലും
ആ സമൂഹത്തിന് ഉദ്ദേശം അള്ളാഹുവിന്റെ റസൂലാണ്. അമ്യഹ്സുദൂന, അവർ അസൂയ വെക്കുന്നുണ്ടോ അന്നാസ, നബിയോട്. എന്തിനെ അസൂയ വെക്കുന്നത്? അലാമാ ആതാഹുമല്ലാഹു മിൻ ഫളി, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് നൽകിയ ഔദാര്യത്തിൽ, അല്ലാഹു നബിക്ക് ഔദാര്യമായി നൽകിയ ആ ഔദാര്യത്തിൽ അവർ അസൂയ വെക്കുന്നുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ നൽകിയ ഔദാര്യം? ഒരുപാട് ഭാര്യമാരെ പുലർത്താനുള്ള ആരോഗ്യശേഷിയാണൊന്ന്. നമുക്കാവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 9 ഭാര്യമാരും 11 ഭാര്യമാർക്ക് ഉണ്ടായിട്ടുണ്ട്. 9 ഭാര്യമാരെ പുലർത്താനുള്ള ശാരീരിക ശേഷി സാധാരണ രീതിയിൽ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർക്ക് അല്ലാഹു അപാരമായ ശക്തിയും ഖുവ്വത്തും ആരോഗ്യവും എല്ലാ അർത്ഥത്തിലുള്ള മനക്കരുത്തും അല്ലാഹു നൽകിയത് കൊണ്ടാണ് സാധിച്ചത്. ഉമ്മത്തിന് 4 വരെ അനുവദിച്ചിട്ടുള്ളൂ. ഈ വിവാഹം മനുഷ്യന് ആവുമെങ്കിൽ 2, 3, 4 ആകാമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2, 3 ആകാം. പക്ഷേ നിങ്ങൾ നീതി പാലിക്കാൻ സാധിക്കുമോ എന്ന് ആശങ്കിച്ചാൽ, നീതി പാലിക്കാൻ സാധിക്കൂല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ 1 വേണ്ടതുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിക്ക് അനുയോജ്യമായി ഉണ്ടാക്കിയ നിയമമാണ് വിവാഹമെന്നതും വിവാഹ വർദ്ധനവ് എന്നതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന അള്ളാഹുവിന്റെ ഔദാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിക്കൂ, വിവാഹമൊന്നും ചെയ്യാത്തൊരു മനുഷ്യനെ അയാൾക്ക് ജീവിതത്തിൽ എന്ത് സുഖമുള്ളത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചതിന്റെ സൂറത്തു നൂർ ഈ ആയത്തിലൂടെ അല്ലാഹു തആല വിവാഹത്തിലേക്ക് മനുഷ്യനെ നയിച്ചതിന്റെ ബൗദ്ധിക തലങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ ഇതിന്റെ കാര്യം? വിവാഹമൊന്നും ചെയ്യാത്തൊരു മനുഷ്യന് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തആല വികാരങ്ങൾ പടച്ചിട്ടുണ്ട്. ഇതൊന്നും മനുഷ്യൻ വിനിയോഗിക്കാതെ കെട്ടിപ്പിടിച്ച് ഭദ്രമായി നിൽക്കണമെന്ന് മനുഷ്യനോട് അല്ലാഹു തആല ശക്തമായി നിഷ്കർഷിക്കുകയാണെങ്കിൽ ബഹുഭൂരിഭാഗം മനുഷ്യന്മാർക്ക് അത് സാധിക്കൂല. അള്ളാഹുവിന്റെ ശക്തമായ തീരുമാനത്തിന്റെ മുമ്പിൽ, അവന്റെ വിധിക്ക് മുമ്പിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകും, സാധിക്കൂല. പലരും വഴിവിട്ടു പോകും. അപൂർവങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും തന്നെ വളരെ കഷ്ടപ്പെടും. അവിടെ അള്ളാഹു നമുക്ക് ആ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ശാരീരികമായ ഘടന എങ്ങനെയാണോ അവൻ സൃഷ്ടിച്ചത്, അതിലേക്ക് നമുക്ക് സൗകര്യങ്ങൾ അള്ളാഹു മാർഗങ്ങൾ വെച്ചതാ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കുകയാണ്. പടച്ചോന്റെ ഒരു ഔദാര്യമാണത്. അള്ളാഹു നൽകിയ വലിയൊരു സന്തോഷകരമായ നിയമമാണത്. മാത്രമല്ല, അത് നിങ്ങൾക്ക് വേണ്ടി എന്നതിനപ്പുറം അതൊരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സമയം ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ തസ്ബീഹുകൾ കുല്ലു തസ്ബീഹത്തിൻ സദഖ, നിങ്ങൾ ചെല്ലുന്ന തസ്ബീഹുകൾ സദഖയാണ്, നിങ്ങൾ ചെല്ലുന്ന തഹ്മീദുകൾ സദഖയാണ്, നിങ്ങൾ ചെല്ലുന്ന ദിക്റുകൾ സദഖയാണ്. മാത്രമല്ല വഫീ ബുൽഇ അഹദിക്കും സദഖ, നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ശാരീരിക ബന്ധം പുലർത്തുന്നതും സദഖയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബി അതെങ്ങനെ സദഖയാണത്? ഒരു മനുഷ്യന്റെ ആവശ്യം തീർക്കുന്നതിന്, കാമം തീർക്കുന്നത് സദഖയോ പടച്ചവനടുത്ത് കൂലിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവനോട് മറുപടി പറഞ്ഞു, എന്താണ് സ്വഹാബികളെ നിങ്ങൾ പറയുന്നത്? ലോ വളഅതഹാ ഫീ ഹറാം, നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ ഒരു ഹറാമായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പൂർത്തിയാക്കി എടുത്തതെങ്കിൽ അലക്കും വിസ്ർ, നിങ്ങൾക്ക് കുറ്റം കിട്ടൂലയോ? സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹ്, അത് കുറ്റമാണ്. എങ്കിൽ വകദാലിക ലോ വളഅതഹാ ഫീ ഹലാൽ, ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ആവശ്യം പൂർത്തിയാക്കിയാൽ ഫലകുമുൽ അജ്ർ, നിങ്ങൾക്ക് കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ കാണാം, മൻ ഇഗ്തസല ഗുസ്ലൽ ജനാബ വഅതൽ ജുമുഅ, ഒരാൾ പള്ളിയിൽ പോയി, വെള്ളിയാഴ്ച രാവിലെ പള്ളി പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഒരുങ്ങാനുണ്ട് ഇല്ലേ? നഖം വെട്ടണം, പിന്നെയോ ശോച്യ രോമങ്ങൾ നീക്കണം, പിന്നെയോ സുഗന്ധം തേക്കണം, പിന്നെയോ നല്ല ഡ്രസ്സ് ധരിക്കണം, പിന്നെയോ കുളിക്കണം. ഇതൊക്കെ ചെയ്തിട്ടേ പോകാൻ പറ്റൂ. ഒരു സഹാബി കുളിക്കാതെ വന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുതുബ ഓതുമ്പോൾ ഒരാൾ കുളിക്കാതെ ജുമുഅക്ക് വന്നു. നേരം വൈകിട്ട് എവിടെയോ വൈകിപ്പോയതാണ്, കുളിക്കാൻ പറ്റിയില്ല.
ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യൻ വൈകി വന്നത് കണ്ടപ്പോൾ അവർ ശകാരിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ വൈകിപ്പോയതാണ്, വൈകിയത് കൊണ്ട് ഞാൻ കുളിച്ചിട്ട് കൂടിയില്ല, വേഗം നിങ്ങൾ കുളിക്കാതെയും കൂടിയാണോ വന്നത്? രണ്ടാമത്തെ തെറ്റ് കണ്ട, നേരത്തെ വരേണ്ടതിന് അപ്പുറം വൈകിട്ടാണ് വന്നത്, കുളിക്കാതെയാണ് വന്നിരിക്കുന്നത്. കുളിക്കുന്നതിന്റെ ആവശ്യകത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ജുമഅക്ക് കുളിച്ചിട്ടാ വരണ്ടേ, ഒരുങ്ങിയിട്ടാ വരണ്ടേ. അതിനപ്പുറം ജുമഅന്റെ സുന്നത്തുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഇഗ്തസല ഗുസ്ലൽ ജനാബ വഅതൽ ജുമുഅ, ഒരാൾ രാവിലെ വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നതിന് മുമ്പ് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അവനങ്ങനെ അതിലൂടെ കുളിച്ച് ജനാബത്തിന്റെ കുളിച്ച് ജുമുഅന്റെ കുളിച്ചുകൊണ്ടാണ് ഒരാൾ ജുമുഅക്ക് വന്നതെങ്കിൽ, ഇത് രണ്ട് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിന്. ഒന്ന്, ജനാബത്തിന് കുളിക്കുന്നത് പോലെ പ്യൂറായിട്ട് പരിപൂർണമായ കുളിച്ചിട്ട് ജുമുഅക്ക് വന്നാൽ അത് ഇതിന്റെ ഒരു വ്യാഖ്യാനമാണ്. രണ്ട്, അവൻ ഭാര്യയുമായി ബന്ധപ്പെട്ട്, കാരണം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും കുടുംബവുമായി ബന്ധപ്പെടൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോക്കൂ നിങ്ങൾ. ഇതാണ് ഇസ്ലാം എന്നത്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. ഇവിടെ പല മതങ്ങളുമുണ്ട്. സന്യാസിസം നിഷ്കർഷിക്കുന്ന മതങ്ങൾ, കുടുംബ ജീവിതത്തൊക്കെ മുറിച്ച് ഏകാന്തമായ ജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയോ മക്കളോ കുടുംബമോ പുലർത്താത്ത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളും മിസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തുണ്ട്. അവർ ലോകത്ത് വൻകിട മതങ്ങളാണ്. അവർ 1-ാം നമ്പർ മതക്കാരായ ക്രിസ്ത്യാനിറ്റി, അവർ പരമാവധി കുടുംബജീവിതമൊക്കെ മുറിച്ചുകൊണ്ട് ഏകാന്തമായി പള്ളിക്കൂടത്തിലോ പള്ളിയിലോ ഒതുങ്ങി നിൽക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം അവിടെ ഘടകവിരുദ്ധമായി, നേരെ വിരുദ്ധമാണ് ഇസ്ലാമിന്റെ പാഠം. ഇസ്ലാം അവിടെ നേരെ വിരുദ്ധമാണ് അവരോട് പറയുന്നത്. എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ വമിൻ സുന്നതി അന്നികാ, നിങ്ങൾ എന്നെ കാണുന്നില്ലേ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടൂ. എന്റെ സുന്നത്ത് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ വിവാഹം ചെയ്തവനാണ്. ഞാൻ ഒരു വിവാഹമല്ല, ഒരുപാട് വിവാഹം ചെയ്തവനാണ്. നിങ്ങൾ എന്നെ കാണുന്നില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, ഈസാ നബിയെ ക്രിസ്ത്യാനിറ്റി പരിചയപ്പെടുത്തുന്നത് ഗോഡ് ഈസ് ലവ്, സ്നേഹത്തിന്റെ പ്രതീകം. സ്നേഹമെന്നാണ്, അതാണ് ദൈവം. ദൈവമെന്നാൽ അത് സ്നേഹമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായി വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, ഇല്ലേ? വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. സൂറത്ത് മാഇദ. അല്ലാഹു ഈസാ നബിയോട് ചോദിക്കാം, ഈസാ നബിയെ, നിങ്ങൾ ഈസാ നബിനെ മഹ്ശറിൽ പടച്ചവൻ കൊണ്ടുവന്ന് ചോദിക്കുകയാണ്. ഈസാ നബിയോട് നടത്തുന്ന വിചാരണ, മഹ്ശറിൽ നടത്തുന്ന വിചാരണയെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈസാ നബിയെ അല്ലാഹു തആല നിർത്തി ചോദിക്കുകയാണ്. ഓ സയ്യിദനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്ന, ഈസാ നബിയേ, നിങ്ങളാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയായ കന്യാ മറിയം എന്ന പേരിൽ മറിയം ബീവിനെയും യേശു ക്രിസ്തു എന്ന പേരിൽ എന്നെയും നിങ്ങൾ ഇലാഹാക്കിയത് നിങ്ങൾ പറഞ്ഞിട്ടാണോ, നിങ്ങളാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് അല്ലാഹു ഈസാ നബിയോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ. ഈസാ നബിനെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ അനർഘങ്ങളായ സ്നേഹം സ്ഫുരിച്ചു നിൽക്കുന്ന നിമിഷങ്ങളുണ്ട്. യേശു ക്രിസ്തുവിനെ കല്ലെറിഞ്ഞു. ഗിരിപ്രഭാഷണത്തിന് വേണ്ടി ഇസ്രായേൽ മക്കളോട് ഗിരിപ്രഭാഷണം നടത്താൻ വേണ്ടി മലമുകളിൽ കയറിയ ഈസാ നബിയെ യേശു ക്രിസ്തുവിനെ കല്ലെറിഞ്ഞു. കല്ലേറ് വന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ, ഈസാ നബിയുടെ ശരീരത്തിൽ വന്ന് തറച്ചു. അങ്ങനെ രക്തം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന സമയത്ത് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കെതിരെ തന്റെ വാക്ക് പ്രയോഗിക്കുന്നതിന് മുമ്പ്, അവർക്കെതിരെ തന്റെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിന് പകരം, അവർക്കെതിരെ പടച്ച തമ്പുരാനോട് കൈനീട്ടുന്നതിന് പകരം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്ത സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബിന്റെ മനോഹരമായ മധുവൂർന്ന തേനൂറുന്ന ഈ സ്നേഹത്തിന്റെ
ഇത്തരം നുറുങ്ങുകൾ എടുത്ത് അവതരിപ്പിച്ച് ഈസാ നബിയുടെ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ് സ്നേഹത്തിന്റെ പ്രതീകം. ദൈവമെന്നാൽ സ്നേഹമാണ്, സ്നേഹമെന്നാൽ ദൈവമാണ്. അത് രണ്ടും കൂടിയാണ് യേശു ക്രിസ്തു എന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്ത്യാനിറ്റിന്റെ മുമ്പിൽ നമുക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകേണ്ടതായിരിക്കാം പൊന്നു മക്കൾക്കില്ലേ? സ്വന്തം മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാപ്പാന്റെ സന്തോഷം നിങ്ങൾ ചിന്തിക്കില്ല. പഠിച്ചവൻ എങ്ങനെയാ ഗൾഫുകാരൊക്കെ ഗൾഫിൽ പോകണമെന്ന് മക്കളൊക്കെ വിട്ടിട്ട് എങ്ങനെയാ പോകുന്നത് ഇല്ലേ? ഒരു കൊല്ലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് മോന്റെ മുഖമൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ദുഃഖം വരില്ല. എങ്ങനെയാ ഗൾഫുകാരൊക്കെ നിൽക്കുന്നത്? മൈലക്സിലൂടെ ക്ലാസ് റൂമിൽ ആളുകൾ കേൾക്കുന്നുണ്ടാവും, ബേജാറാവരുത് എന്ന് ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ ഉദാഹരണം പറയാൻ വേണ്ടി പറയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഊഷ്മളമായ സ്നേഹങ്ങൾ നൽകുന്നത് പൊന്നു മക്കൾക്കായിരിക്കും, ഭാര്യമാർക്ക്, അതുപോലെ മാതാപിതാക്കൾക്ക്. അവർക്കൊക്കെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കില്ലേ? എത്ര സ്നേഹം വരക്കെ കൊടുക്കാൻ കഴിയുക? എന്നാൽ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ക്രിസ്ത്യാനിറ്റി പരിചയപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ ദൂതായ ഈസാ നബിക്ക് ഒരിക്കലും മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈസാ നബി കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മക്കളില്ല. അതുകൊണ്ട് മക്കൾക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം എന്ന ക്രിസ്ത്യാനിറ്റി പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ട ഭാര്യമാർക്ക് സ്നേഹത്തിന്റെ ചുടുചുംബനങ്ങൾ കൊടുക്കാൻ, കുടുംബത്തിന് സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഈസാ നബി കല്യാണം കഴിച്ചിട്ടില്ല. എന്നാൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സ്നേഹം, മക്കളോട് കാണിച്ച സ്നേഹങ്ങൾ, ഭാര്യമാരോട് കാണിച്ച സ്നേഹങ്ങൾ ലോകത്ത് വിശ്വോത്തരമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ ഖുതുബയോതുമ്പോൾ പലപ്പോഴും ഇടത്തും വലത്തും ആളുകൾ ഉണ്ടാകും. മിമ്പറിൽ ആരാണ് ആളുകൾ എന്നറിയുമോ? പ്രൊട്ടക്ഷന് വേണ്ടി കയറിയതല്ല. ഇടത്തും വലത്തും കയറിയത് മദീനത്തെ പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമല്ല, തന്റെ പ്രിയപ്പെട്ട പൈതങ്ങളായ രണ്ട് സുഹൃത്തുക്കൾ സയ്യിദുനൽ ഹസൻ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. അവർ ചിലപ്പോൾ മിമ്പറിൽ കയറും റസൂലുള്ളാഹിന്റെ കൂടെ. ഇടത്തും വലത്തും അവർ തൂങ്ങി നിൽക്കും. അള്ളാഹുവിന്റെ റസൂൽ ഖുതുബയോതും. വെള്ളിയാഴ്ച നിങ്ങൾ ആലോചിക്കട്ടെ, ഖത്തീബ് ഉസ്താദിന്റെ കുട്ടിയും കയറിയിട്ട് ഖുതുബോതാണ് മിമ്പർമെന്ന്. അതോടെ ശരിയാവില്ല. അടുത്ത ആഴ്ച ആളെ പിരിച്ചോളൂ ഇല്ലേ സിദ്ദീഖ്? ഇല്ലേ സിദ്ദീഖ് പറഞ്ഞ് സ്പെഷ്യലായിട്ട് പറ സിദ്ദീഖ്, അടുത്ത ആഴ്ച ആ ഖത്തീബിന് എന്തായാലും പിരിച്ചുവിടും ഇല്ലേ സുബീറെ? ഉറപ്പാണ്. അയാളെ വെക്കൂല, ശരിയാവില്ല. ഈ ഖത്തീബ് ഉസ്താദ് ശരിയാവില്ല. മദീനത്തെ പള്ളിയിലെ ഖത്തീബിന്റെ കൂടെ ചിലപ്പോൾ ആ രണ്ട് കുട്ടികൾ സിബുത്തൈ റസൂലില്ലാഹ് അൽ ഹസൻ വൽ ഹുസൈൻ, രണ്ട് കുട്ടികൾ കയറി വരും. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നിർവഹിക്കുകയാണ്. ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഇതെന്റെ പൊന്നുമോൻ ഹസന്റെ കരച്ചിലാണ്. മിമ്പർ വന്നിറങ്ങി വേഗം പോയി ആ രണ്ട് കുട്ടികളെ വീണെടുത്തുന്ന കുട്ടിയെ എടുത്തു. അവരെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ചുംബനങ്ങൾ നൽകിയിട്ട് ആ കുട്ടികളെയും പിടിച്ചുകൊണ്ട് മിമ്പറിൽ വന്ന് ഖുതുബ പൂർത്തിയാക്കി. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബുഹുമാ ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ. ഈജിപ്തിന്റെ കൈറോ സിറ്റിയിലെ ഹുസൈൻ എന്ന പട്ടണത്തിലുണ്ട് അമ്പചുംബിയായ പള്ളി. ആ പള്ളിയിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത്, മഖാമുള്ളത്. ആ പള്ളിയുടെ മിനാരത്തിൽ, വളരെ ഉയർന്നു നിൽക്കുന്ന മിനാരത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണ് ഈ ഹദീസ് എന്നറിയുമോ? മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ, പടച്ചവനെ ഈ രണ്ട് കുട്ടികളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഫഅഹിബ്ബുഹുമാ, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പൊന്നുമക്കളെ നീ സ്നേഹിക്കണമേ, ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, ഈ രണ്ട് കുട്ടികളെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണമേ എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ഈ ഇത്ര മക്കളോടൊക്കെ ഇങ്ങനെ സ്നേഹം നൽകാൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചില്ല, യേശുക്രിസ്തുവിന് സാധിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹത്തിന് മുമ്പ് യേശുക്രിസ്തുക്കെ വളരെ ചെറുതാന്ന് പറയുകയാണ് ഞാൻ. യേശുക്രിസ്തുവിനെ ചെറുതാക്കുകയല്ല, മറിച്ച് റസൂലുള്ളാഹിനെ വലുപ്പപ്പെടുത്തുകയാണ്.
അപ്പോ കുടുംബം, ഭാര്യ, ബന്ധം ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. ജുമുഅന്റെ ഖുതുബന്റെ ഇടയിൽ പോലും തന്റെ പൊന്നുമക്കളെ കൂട്ടിപ്പിടിക്കലോടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലോടെ, വീണ് കിടക്കുന്ന ആ കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഖുതുബ നിർത്തിയിട്ട് അവരെ തന്റെ ശരീരത്തിലേക്ക് അണച്ചുപിടിക്കലോടുകൂടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെടുത്തൊരു സ്നേഹബന്ധം, കുടുംബബന്ധം, ഈ ബന്ധത്തെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്നുള്ള അയ്യമുകളെ നിങ്ങൾ വിവാഹം ചെയ്യണം, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. സവ്വിജൂ മല്ലാ സൗജ ലഹ്. എന്താണ് അയ്യമെന്ന് പറഞ്ഞാൽ? വിവാഹം ചെയ്യാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും, വിവാഹം ചെയ്യാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും, അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. വൽ ഖിതാബു ലിൽ ഔലിയാ, കുട്ടികളുടെ വലിയമാരോടാണ് ഈ സംബോധനം. അവരുടെ രക്ഷാകർത്തരോട്, അവരുടെ രക്ഷാധികാരികളോടാണ് ഖുർആനിന്റെ ഈ സംബോധനം. സവ്വിജൂ മല്ലാ സൗജ ലഹു മിൻകും, വിവാഹം കഴിയാത്തവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. എന്തുകൊണ്ട്? ഫഇന്നഹു തരീഖുത് തഅഫ്ഫുഫ്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. ഇഫ്ഫത്ത് നൽകുന്ന, ചാരിത്ര വിശുദ്ധി ഉണ്ടാക്കുന്ന തിന്മകളിൽ നിന്ന് മനുഷ്യനെ, ഫഇന്നഹു അഗള്ളുൽ ബസർ, തെറ്റിൽ നിന്ന് കണ്ണ് ചിമ്മിപ്പിക്കുന്നതാണ് വിവാഹം. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു വേണ്ട. എന്താ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരാൻ കാരണം? നേരത്തെയുള്ള ആയത്തുകളുമായി നല്ല ബന്ധമുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയ തന്നെ വ്യഭിചാരമാണ്, വ്യഭിചാരത്തിന്റെ കുറ്റമാണ്, അത് പിന്നെ വ്യഭിചാരത്തിന്റെ ആരോപണമാണ്. പിന്നെയോ ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ ഭാര്യന്റെ കൂടെ ആരെങ്കിലും കണ്ടാൽ അതിനുള്ള പ്രതിവിധിയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കരുത്, പിന്നെ പറഞ്ഞു പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കരുത് എന്ന് പറയാണ്. പിന്നെ എന്താ ചെയ്യേണ്ട? പൂട്ടിക്കെട്ടിയിട്ട് അയാള് ചാക്കിന്റെ ഉള്ളിൽ കണ്ടെത്തുക എന്നതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് ഈ വിവാഹം എന്നത് അതിന് പല വിധികളുണ്ട് ശറഈൻ. പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിൽ അത് സുന്നത്താണ്. വുജൂബ എന്ന് പറഞ്ഞ മദ്ഹബുകളുണ്ട്, നിർബന്ധമാണ്. അതിന്റെ ആവശ്യകത അനുസരിച്ച് അതിന്റെ സുന്നത്ത് വലിപ്പപ്പെടും. ചില ആളുകൾക്ക് വിവാഹത്തോടൊന്നും താല്പര്യം ഉണ്ടാവില്ല, അതൊന്നും മനസ്സിലേക്ക് തീരെ കടന്നു വരാതെ, അതിന്റെ ചിന്തകളൊന്നും വരാത്ത ചില അപൂർവ ആളുകളുണ്ടാവും. അവരിങ്ങനെ കല്യാണം കഴിക്കാത്തതിന് നമ്മളിങ്ങനെ ക്രൂശിക്കും. അങ്ങനത്തെ ആളുകളുണ്ടാവും. അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല, ശാരീരികമായും മാനസികമായും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. അങ്ങനെ ഇമാമുകളുടെ ചരിത്രമുണ്ട്. മഹാനായ സയ്യിദുനാ ഇമാമുൻ നവാഹു തആല, അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം തരട്ടെ, വലിയ മഹാനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. ഇതിലുള്ള അറബി കോളേജ്, ജമാലിയ കോളേജ്, അതുപോലെ ഒരുപാട് അറബി കോളേജുകളും ദർസുകളൊക്കെ ഉണ്ട്. ആ ദർസുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന കിതാബ്, ശാഫിഈ മദ്ഹബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് തനിക്ക്. 46 വയസ്സേ ഇമാം നബവി ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇത്ര ചുരുങ്ങിയ പ്രായത്തിൽ രചിച്ചത് എന്ന് നോക്കിയാൽ ഇമാം നബവിക്ക് അത് തന്നെയാ പണി. വേറെ ജോലിയില്ല, ഉറക്കില്ല, കിടന്നുറങ്ങൂല, ഇരുന്നിടത്തുനിന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. അതിനപ്പുറം കിടന്നുറങ്ങാത്ത എത്രയോ നാളുകൾ തനിക്കുണ്ടായിട്ടുണ്ട്. വിവാഹം ചെയ്തിട്ടില്ല, വിവാഹം ചെയ്യാൻ മറന്നുപോയതാണ്. സർവ്വസമയവും കിതാബിന്റെ രചനയിലാണ്. മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, ലോകം കണ്ട പണ്ഡിതരിൽ ഒരാളാണ്. ഇമാം ശാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടില്ല. വിവാഹം ചെയ്യാതിരിക്കൽ അതുകൊണ്ട് ഒരു സുന്നത്താണെന്നൊന്നും അല്ല പറയണത്. മറിച്ച് ഇമാം നബവിക്ക് വിവാഹത്തോട് തീരെ താല്പര്യം വന്നിട്ടില്ല, അതിന്റെ ചിന്ത വന്നിട്ടില്ല, അതിന് ഒഴിഞ്ഞിട്ടില്ല, മനസ്സും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊരു വിധി. ഇനി വിവാഹത്തിലേക്കൊക്കെ ആവശ്യമുള്ള ശാരീരികമായ സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആളുകൾക്ക് ശക്തമായ സുന്നത്താണ് വിവാഹം എന്നത്. എന്നാലും സുന്നത്തെ ആക്കിയിട്ടുള്ളൂ, അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. എന്താണത്? നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അള്ളാഹു നൽകിയ ഒരു സൗഭാഗ്യമാണത്. അത് നിർബന്ധാക്കിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും കെട്ടണം എന്നില്ലേ? കെട്ടിച്ച് അള്ളാഹു നമുക്ക് ശക്തമായ സുന്നത്ത്. ഇനി ചില ആളുകൾക്ക് ശാരീരികമായ വിവാഹം ചെയ്യേണ്ടി വരും, പക്ഷെ വിവാഹം ചെയ്യാൻ സൗകര്യമില്ല, വിവാഹം ചെയ്യാൻ വഴിയെന്ന് മാർഗമൊന്നുമില്ല. എന്നാൽ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് അവരെങ്ങനെയാ എങ്ങനെയാ ജീവിക്കേണ്ടത്. അവർക്ക് വിവാഹം വേണം, സ്ത്രീ വേണം, കുടുംബം വേണം, ശാരീരികമായ ആവശ്യങ്ങളൊക്കെ വേണം, പക്ഷെ കാശില്ല, സൗകര്യമില്ല, കിടന്ന് വിവാഹത്തിന് സൗകര്യപ്പെട്ട് കിട്ടുന്നില്ല. എന്താണ് അവർ വേണ്ടത്? അടുത്ത ആയത്തിൽ അത് പറയുന്നുണ്ട്. ഇനി ചില നല്ല ദീനുള്ള ചെറുപ്പക്കാരായ ആളുകൾ അവർ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല.
എന്താ പെണ്ണ് കിട്ടാത്തത്? പെണ്ണിന്റെ ആളുകൾ നോക്കുന്ന എന്താണെന്നറിയോ? എത്ര കച്ചവടം ഉണ്ട്, എത്ര പെണ്ണ് എന്നൊക്കെയാണ് നോക്കണത്. അങ്ങനെ അവന് ആണെങ്കിൽ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുമോ? പഠിച്ചവനെ നല്ല ദീനുള്ള ചെറുപ്പക്കാരുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പെൺകുട്ടികളുടെ ഉപ്പമാരോട് പറഞ്ഞു, നിങ്ങളോട് മൻ ഇദാ ജാഅകും, നിങ്ങളെ അന്വേഷിച്ച് പെൺകുട്ടികളെ വന്നാൽ ആര്? മൻ തർലൗന ദീനഹു വഖുലുഖഹ്, നല്ല ദീനീ സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല ദീനീ സ്വഭാവവും ചുറ്റുപാടവും ഉള്ളൊരു ചെറുപ്പക്കാരൻ. മൻ തർലൗന ദീനഹു വഖുലുഖഹ്, നല്ല ദീനുള്ള സൽസ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരൻ നിന്റെ അടുത്തേക്ക് വിവാഹ അന്വേഷണവുമായി വന്നാൽ, നിന്റെ മകളെ കെട്ടട്ടെ എന്ന് ചോദിച്ചു വന്നാൽ, ഫസബ്ബിജു, എനിക്ക് പൈസ ഇല്ലല്ലോ, ഖത്തറിൽ ബിസിനസ് ഇല്ലല്ലോ, പ്രതാപമില്ലല്ലോ, ഇനോവ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നീ മടക്കി വിടരുത്. ഫസബ്ബിജു, നിങ്ങൾ അദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൊന്നുമോളെ മഹാനായ താലിബിനാണ്. അലി റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ഫഖീറാണ്. മദീനത്തെ ഫഖീറുമാരുടെ കൂട്ടത്തിൽ അഫ്ഖറായ അങ്ങേയറ്റത്തെ ഫഖീറാണ്. മഹാനായ താബീങ്ങളിൽ ഉന്നതനായ സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വളരെ പേരുകേട്ട വലിയ മഹാനാണ്. തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടി, വളരെ പാവപ്പെട്ട ഒരാൾ വന്ന് കന്യാനെ കെട്ടി അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ദീനുള്ള ചെറുപ്പക്കാരനെ കെട്ടിച്ചു കൊടുത്തു. അപ്പോ നമ്മളങ്ങനെ വേണ്ടാത്ത ഡിമാൻഡുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ദുനിയാവിന്റെ സുഖം മാത്രം നോക്കരുത്, നമ്മൾ ദീനിയായ സുഖമാണ് അവിടെ കാണേണ്ടത്. കാരണം എന്തുകൊണ്ട്? തൊട്ടടുത്ത് അള്ളാഹു പറയുന്നുണ്ട്, എന്താ? അള്ളാഹ് ഇൻഷാ അല്ലാഹ് വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങൾക്ക് അടിമകളുണ്ടെങ്കിൽ, അടിമകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല. പഴയ കാലത്ത് ഇസ്ലാം അടിമ സമ്പ്രദായത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അടിമ സമ്പ്രദായം വെച്ച് പുലർത്തുന്ന സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു, ഇസ്ലാം അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ അടിമ സമ്പ്രദായം അംഗീകരിക്കുകയും നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരമാവധി അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാം മതം വെച്ച്. അങ്ങനെ മോചിപ്പിച്ച് അടിമകളൊക്കെ തീർന്നുപോയി. പുതിയ അടിമകളെ സൃഷ്ടിക്കാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അടിമകളൊന്നും അവിടെ ഇല്ല. പക്ഷെ അടിമന്റെ നിയമം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. എന്താ? അതിൽപ്പെട്ട ഒരു നിയമമാണ് വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളുടെ അടിമകളിൽ നിന്ന് ആൺകുട്ടികളായ അടിമകളുണ്ട്, പെൺകുട്ടികളായ അടിമകളുണ്ട്. ആ അടിമകളിൽ നിന്ന് സാലിഹീങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. ഉടമസ്ഥനായ അവർക്കും ജീവിതത്തിന് വഴിവെച്ചു കൊടുക്കണം, കുടുംബ ജീവിതത്തിന് അവസരം വെച്ചു കൊടുക്കണം, അവരെയും കെട്ടിച്ചു കൊടുക്കണം. അതിൽ ഖൈറുണ്ടെങ്കിലെന്ന് അള്ളാഹു പറയുകയാണ്. എന്തിനാണ് അങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്? വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, അള്ളാഹു പറയുന്നു, അവർ ഫഖീർമാരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു വിവാഹത്തിലൂടെ ഐശ്വര്യം നൽകും. വിവാഹം കൊണ്ടുള്ള നേട്ടങ്ങളിൽ ഒരു നേട്ടം അതാണ്. വിവാഹം കൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഒരു നേട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം, മനുഷ്യന്റെ കുടുംബം നിലനിൽക്കുമല്ലോ. അവനവന്റെ കുടുംബം മുറിഞ്ഞു പോവില്ല. ഒരാൾ വിവാഹം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഒരിക്കലും അറിയൂല. കുടുംബം നിലാണ് വിവാഹത്തിലൂടെയുള്ള ഒരു നേട്ടതാണ്. ഇനി കുടുംബം മുറിയാതിരിക്കില്ല, നമ്മുടെ നന്മയും നിലനിൽക്കുകയാണ്. നമ്മൾ കുറെ അറബിക് കോളേജ് നടത്തുന്നു, കുറെ ദർസ് നടത്തുന്നു. എന്തിനാ അതൊക്കെ? അവരൊക്കെ പഠിപ്പിച്ച് നന്നായി നല്ല വൈക്കായ നമുക്കതിന് കൂലി കിട്ടും ഇല്ലേ? അതിനേക്കാളൊക്കെ കൂലിയല്ലേ സ്വന്തം മക്കള്, നമ്മൾ ഉണ്ടാക്കിയ മക്കൾ, അവർ നല്ല നിലക്കായി, അവർ നിസ്കരിച്ച്, അവർ നോമ്പ് നോറ്റ് നല്ല നിലക്കായി വരുന്ന 4 മക്കൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ 4 വാഴ വെച്ചാൽ കൊല കൊത്താം ഇല്ലേ? അതുപോലെ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ട് അതിനൊക്കെ ഗുണം നമുക്ക് കിട്ടും. എന്നാൽ ഇത് വലിയ കൊലയാണ്, സ്വർഗത്തിൽ കിട്ടുന്ന കൊലയാണ്, മഹ്ശറിൽ കിട്ടുന്ന കൊലയാണ്, പരലോകത്ത് കിട്ടുന്ന വലിയ നേട്ടമാണ്. നമ്മളെ മക്കൾ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമത്താണ് അയാൾക്ക് ദ്വാരക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ. നമുക്കിനി അവർ ദ്വാരന്നിട്ടൊന്നുമില്ല. അവർ നല്ല സുഹൃതങ്ങൾ ചെയ്ത് കൂട്ടിയാൽ തന്നെ അതിൻ്റെയൊക്കെ കാരണക്കാർ നമ്മളാണ് കാരണക്കാർ. അതുകൊണ്ട് നമ്മൾ മരിച്ചാലും അവർ മരിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ അവരിലൂടെ
നമ്മളെ മക്കൾ അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ്. അപ്പൊ സന്താന സൗഭാഗ്യം. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വിവാഹം ചെയ്ത് മക്കളുണ്ടായ റസൂലുള്ളാഹിക്ക് ഉമ്മത്ത് വർദ്ധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നീ മുകാസിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ വന്നാൽ എല്ലാ നബിമാരുടെയും ജനതയെക്കാളും എന്റെ ജനത വർദ്ധിച്ചു കാണുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളും, ഞാൻ അവരോട് കേമത്സരം നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ തങ്ങളെ ഉമ്മത്ത് വർദ്ധിക്കുകയാണ്. അതിനപ്പുറം നമ്മുടെ ശാരീരിക ശുദ്ധി വരുത്തുകയാണ്. ശാരീരികമായ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ശാരീരിക ശുദ്ധി വരുത്തൽ അതിന്റെ ഒരു നേട്ടമാണ്. അതിനപ്പുറത്ത് വേറൊരു നേട്ടമാണ് അള്ളാഹു പടച്ചോനെ, ഞാൻ കല്യാണം കഴിച്ച എങ്ങനെയാ നോക്കി എപ്പോഴും ഈ പണി ഉണ്ടാവുമോ, ഭാര്യ മക്കളൊക്കെ നോക്കണ്ടേ, വീട് എടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് പേടിയാവും ചില ആളുകൾക്ക്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കല്യാണം കഴിക്കുന്നത് 5-8 കൊല്ലമായി കോളേജിൽ നിന്നൊക്കെ അറിയാം. ഞാൻ എന്താ കല്യാണം കഴിക്കാത്തത്, എൻ്റെ വാപ്പാന്റെ കഷ്ടപ്പാടുന്ന് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയണം. എൻ്റെ വാപ്പ ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് അത് കയ്യേലാന്ന് പറഞ്ഞ് വിവാഹത്തിന് പേടിക്കണ്ട. നിനക്ക് മഹർ കൊടുക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് ശാരീരിക ആവശ്യമുണ്ടെങ്കിൽ വിവാഹം ചെയ്തോളൂ. എന്താ വേണ്ടടുത്ത് വേണ്ടത് അള്ളാഹു നിനക്ക് നൽകും. യുഗ്നിഹിമുല്ലാഹ്, ഇഫ്ഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഇമാമുകൾ. എന്താണെന്നറിയോ, ഒരാൾ ഇഫ്ഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, ഇഫ്ഫത്ത് ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വിവാഹം ചെയ്താൽ, ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരിക ശുദ്ധി വരുത്ത്, ഞാൻ എന്തെങ്കിലും തെറ്റിനുമേ സംഭവിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ ശാരീരികമായ വിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നീയത്തോടെ ഒരാൾ വിവാഹത്തിലേക്ക് കടന്നാൽ, വിവാഹം ചെയ്താൽ, അങ്ങോട്ട് ഞാൻ എങ്ങനെയാണ് ഈ കുടുംബം പുലർത്തുക, എപ്പോഴും എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടാകുമോ എന്ന് നീ ഭയപ്പെടേണ്ട. നീ ഫക്കീറാണെങ്കിൽ നിനക്ക് വേണ്ടത് വേണ്ടടുത്ത് അള്ളാഹു നിനക്ക് നൽകി നിന്നെ ഐശ്വര്യപ്പെടുത്തുമെന്നാണ് ഖുർആനിന്റെ ഈ ആയത്തിന്റെ മറ്റൊരു ഭാഗം. അവർ ഫക്കീർമാരാണെങ്കിൽ അള്ളാഹു നിന്നെ ഐശ്വര്യമാക്കുമെന്ന്, മുതലാളിയാക്കുമെന്ന്. ലാ തംനഉ അനി തസവ്വുജ് ബിസബബി ഫഖരി الرجل والمرأة. ആണും പെണ്ണും ഫക്കീറാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കണ്ട. എന്തുകൊണ്ട് അള്ളാഹു പറയുന്നത് യകൂനു ഫുഖറാ ഹാദാ വഅദുൻ ബിൽ ഗിനാ ലിൽ മുതസവ്വിജ് തലബ റിദല്ലാഹി സുബ്ഹാനഹു വതആല വഇത്തിസാമൻ മിൻ മആസി. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വിവാഹം ചെയ്തു, അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വിവാഹം ചെയ്താൽ ആ മനുഷ്യന് അള്ളാഹു തആല ഐശ്വര്യം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ആയത്താണ്. അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ് അവന്റെ അടിമകൾക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൂന്നാളുകൾ കുല്ലുഹും ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹു. ആ മൂന്നാളുകളെയും സഹായിക്കൽ അള്ളാഹുവിന്റെ ഹക്കാണ്. അള്ളാഹ് ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ സഹായിക്കുമെന്ന്. മൂന്നാളുകളെ അള്ളാഹു സഹായിക്കുമെന്ന് ഏറ്റെടുത്തതാണ്. കുല്ലുഹും ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹു, അവരെ സഹായിക്കുമെന്നത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. ഒന്ന് അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരാൾ, റബ്ബിന്റെ മാർഗത്തിൽ വേണ്ടി മാത്രം. വല്ലാത്തൊരു ത്യാഗമാണ് അതല്ലേ, യുദ്ധത്തിന് വേണ്ടി പോകാന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ഈമാൻ വളരെ കുറവാണ്. അല്ലാഹുവേ കടുപ്പുള്ള ഈമാൻ തരണം റഹ്മാനെ. പടച്ചോന്റെ ദീനിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിന് തയ്യാറായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ഒരുങ്ങി വെക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോവോ, പടച്ചോനെ കൊല്ലപ്പെട്ടു പോവോ, എൻ്റെ മക്കളെ പിന്നെ പട്ടിണിയായി പോലോ, എൻ്റെ ഭാര്യ പട്ടിണിയായി പോലോ, അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ അങ്ങ് യുദ്ധം ചെയ്യാൻ കഴിയോ? ഇന്നും അഫ്ഗാനിലും ഫലസ്തീനിലും ഒരുപാട് രാജ്യങ്ങളിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായങ്ങളുണ്ട്. അള്ളാഹുക്ക് സഹായം കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചൊരു യോദ്ധാവിന് അള്ളാഹുവിന്റെ സഹായമുണ്ട്. ചിലപ്പോൾ ആ യുദ്ധത്തിൽ മരിച്ചു പോകും, എന്നാലും അള്ളാഹിന്റെ സഹായം ഉണ്ട്. അതെങ്ങനെയാ മരിച്ചാലായിരിക്കും ഒക്കെ ഖൈർ. അതിന്റെ അപ്പുറത്തെ ജീവിതത്തിനേക്കാളും ഗുണം ആ മരണത്തിലുണ്ടാവും. അതിന്റെ അപ്പുറത്തെ ജീവിതത്തിനേക്കാൾ ഖൈർ ആ മരണത്തിൽ അയാൾക്കുണ്ടാവും. അപ്പൊ പിന്നെ അയാളുടെ ഭാര്യയും മക്കളോ അത് അള്ളാഹു ഏറ്റെടുക്കും. അത് അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള ആ യോദ്ധാവിന്റെ ഔന്, അവന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സഹായത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തത് ആരാണ്?
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു യോദ്ധാവ്, ആ യോദ്ധാവിന് പടച്ചവന്റെ സഹായം വാഗ്ദത്തമുണ്ട്. രണ്ടാമത് വന്നാകിഹു യുരീദുൽ അഫാഫ്, ഒരു മനുഷ്യൻ ഇഫ്ഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്തു. ഇഫ്ഫത്ത് ചാരിത്ര്യ വിശുദ്ധി ഉദ്ദേശിച്ച്, ജീവിത വിശുദ്ധി ഉദ്ദേശിച്ച്, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് ചെയ്യുന്ന നിക്കാഹിൽ അള്ളാഹുവിന്റെ സഹായം വാഗ്ദത്തമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആലോചിച്ചോളൂ, നല്ലൊരു ഹദീസാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിത വിശുദ്ധി ഉദ്ദേശിച്ച് നിക്കാഹ് ചെയ്യാൻ കല്യാണത്തിലേക്ക് ഇറങ്ങുക, എന്നാ പടച്ചോന്റെ സഹായം, പടച്ചോനെ സഹായിക്കുന്ന അതിന്റെ എല്ലാ കാര്യത്തിലും പടച്ചോനെ ഏൽപ്പുണ്ട്. നല്ല നീയത്തോടുകൂടി വരിതല്ല, പടച്ചോന്റെ റില ഉദ്ദേശിച്ചിട്ടാവണം. വൽ ഇഫാഫ്, ഇഫാഫിനെയും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അയാൾ പുറപ്പെടൽ. അങ്ങനെ ഒരു മനുഷ്യൻ നിക്കാഹിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയ പടച്ചോന്റെ സഹായമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആളാരാണ്? വൽ മുഖാതിബ് യുരീദുൽ അദാ, ഒരു ഉടമയുടെ കീഴിലുള്ള ഒരു അടിമ, ആ അടിമക്ക് എങ്ങനെയെങ്കിലും ഈ ഉടമയിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആലോചിച്ചോളൂ, നല്ലൊരു ഹദീസാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിത വിശുദ്ധി ഉദ്ദേശിച്ച് നിക്കാഹ് ചെയ്യാൻ കല്യാണത്തിലേക്ക് ഇറങ്ങുക, എന്നാ പടച്ചോന്റെ സഹായം, പടച്ചോനെ സഹായിക്കുന്ന അതിന്റെ എല്ലാ കാര്യത്തിലും പടച്ചോനെ ഏൽപ്പുണ്ട്. നല്ല നീയത്തോടുകൂടി വരിതല്ല, പടച്ചോന്റെ റില ഉദ്ദേശിച്ചിട്ടാവണം. വൽ ഇഫാഫ്, ഇഫാഫിനെയും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അയാൾ പുറപ്പെടൽ. അങ്ങനെ ഒരു മനുഷ്യൻ നിക്കാഹിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയ പടച്ചോന്റെ സഹായമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആളാരാണ്? വൽ മുഖാതിബ് യുരീദുൽ അദാ, ഒരു ഉടമയുടെ കീഴിലുള്ള ഒരു അടിമ, ആ അടിമക്ക് എങ്ങനെയെങ്കിലും ഈ ഉടമയിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നുണ്ട്. അങ്ങനെ ഉടമയുമായി ഇയാൾ ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര പീരീഡ് കൊണ്ട് ഞാൻ ഇത്ര നിങ്ങൾ ആവശ്യപ്പെടുന്ന സംഖ്യ തന്നു തീർക്കുമെന്ന് അയാൾ ഉടമ്പടി പത്രം എഴുതി, മോചന പത്രം എഴുതി. അങ്ങനെ ആ പത്രം എഴുതിയാൽ അയാൾ അത്രയും സമയം കൊണ്ട്, അത്ര പീരീഡ് കൊണ്ട് അത്ര ക്യാഷ് ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കാൻ കഴിയോ എന്ന് ആശങ്കപ്പെടേണ്ട. അള്ളാഹു അയാളെ സഹായിക്കുന്ന നല്ല ഉദ്ദേശമല്ലേ. അയാൾ ഇറങ്ങി പുറപ്പെട്ടാൽ യുരീദുൽ അദാ, എങ്ങനെയെങ്കിലും ആ ഉടമ്പടി ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കണമെന്ന്, എങ്ങനെയെങ്കിലും ആ മോചനപത്രത്തിൽ എഴുതപ്പെട്ട ആ വാഗ്ദത്തം പൂർത്തിയാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ജോലിക്കും മറ്റും പുറപ്പെടുന്ന ആ മനുഷ്യനെ അള്ളാഹു സഹായിക്കുമെന്ന്, അള്ളാഹുവിന്റെ സഹായം ആ മനുഷ്യനിക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ചുരുക്കി പറയട്ടെ, അള്ളാഹു പറയാൻ യുഗ്നിഹിമുല്ലാഹ് ഇൻ തകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹ്. വിവാഹം ചെയ്യാൻ കടന്നു വരുന്നതിലേക്ക് ഉദ്ദേശിക്കുന്നതിലേക്ക് ഇറങ്ങിയ ആളുകൾ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹാദിഹിൽ ആയത്തു ദലീൽ, ഈ ആയത്ത് തെളിവാണ്. അലാ തസ്വീജിൽ ഫഖീർ, ഫഖീറിനെ കെട്ടിച്ചു കൊടുക്കുക. പാവല്ലേ, ഓനിക്ക് എങ്ങനെങ്കിലും നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ, വിവാഹത്തിന് മഹറിന് എന്തെങ്കിലും കാശ് കൊടുത്തവനെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ നാളെ എങ്ങനെയോ അവൻ്റെ ഭാര്യയെ പുലർത്തുക, എങ്ങനെയോ അവൻ്റെ കുടുംബമായിട്ട് കഴിഞ്ഞുവിടുക, പിന്നെ എങ്ങനെയോ അവൻ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ആയത്ത് തെളിവാണ്. അലാ തസ്വീജിൽ ഫഖീർ, ഫഖീറിനെ കെട്ടിച്ചു കൊടുക്കുക. എങ്ങനെയെങ്കിലും പടച്ചോനൊരു വഴിയുണ്ടായി കൊടുക്കും. വലാ യഖൂലു കൈഫ അതസവ്വജ് വലൈസ ലീ മാൽ, ഞാൻ എങ്ങനെ കല്യാണം കഴിക്കുക, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ എന്ന് പറയണ്ട. കാരണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നാ, അയാളുടെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫക്കീർമാരാണെങ്കിൽ അള്ളാഹു അവരെ ഏറ്റെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നിട്ട് വന്നിട്ട് പറയാൻ, നബിയേ അഹബു നഫ്സീ ലക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എന്നെ പിടിച്ചോടെ, ഇന്നൊന്ന് കെട്ടി. നിങ്ങൾ മനസ്സിലായിട്ടില്ല. പറഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ നബി കെട്ടുകയാണെങ്കിൽ 111 മേലെ നിൽക്കൂല. അത്ര ജാതി പെണ്ണുങ്ങൾ റസൂലുള്ളാഹിനെ ആഗ്രഹിക്കൂ ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവാകാൻ ഇഷ്ടപ്പെടാത്തൊരു പെണ്ണ് മദീനയിലുണ്ടാവുമോ, ലോകത്തുണ്ടാവുമോ? എന്താ നബിക്ക് കുറവുള്ളത്? ശാരീരിക ബലമുണ്ട്, സൗന്ദര്യത്തിന്റെ പ്രതീകം, നേതൃത്വം, സർവ്വഗുണങ്ങളുള്ളൊരു പരിപൂർണനായ ഒരു ഉന്നതനായ മനുഷ്യനെ ഏത് പെണ്ണാ കൊതിക്കാതിരിക്കുക? ഒരു സഹാബി വനിത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വനിത, ആ സഹാബി വനിതന്റെ ഭർത്താവ് വഫാത്തായി.
ആ സഹാബി വനിതയുടെ ഭർത്താവ് വഫാത്തായപ്പോൾ ആ പെണ്ണിന് ഭയങ്കര സങ്കടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ എന്ന് പറയുന്ന സഹാബി, ആ സഹാബി വഫാത്തായപ്പോൾ ഉമ്മു സലമ എന്ന് പറയുന്ന സഹാബി വനിത ഭാര്യ പറഞ്ഞു, പടച്ചോനെ എന്താ ഞാൻ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ ആ പെണ്ണിനൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തു സമാധാനത്തിന്. ആ ദുആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് നന്മയും തിന്മയും മടക്കിയിട്ട് ആ പെണ്ണ് ആ സഹോദരി ദുആ ചെയ്തു, അല്ലാഹുമ്മ പടച്ചവനെ എനിക്ക് ഇതിനേക്കാളും നല്ലതിനെ പകരം തരണമേ, അല്ലാഹുമ്മ അഅഖിബിനി എനിക്ക് ഇതിനേക്കാളും മറ്റൊന്നിനെ പകരം തരണമേ എന്ന് ഉമ്മു സലമ ദുആ ചെയ്തു. പക്ഷെ ഉമ്മക്ക് വിചാരമുണ്ട്, പടച്ചോനെ ഇതിനേക്കാളും നല്ലൊരു ഭർത്താവ് ഉണ്ടോ എനിക്ക് വേറെ? ഏത് പെണ്ണ് സ്വന്തം മാപ്പിള അതിനേക്കാളും വലിയ വേറെ മാപ്പിള ഉണ്ടാവില്ല അല്ലേ? അതന്നെയല്ലേ ഏത് പെണ്ണുങ്ങൾക്കും എൻ്റെ മാപ്പിള കഴിഞ്ഞിട്ടേ ഭൂമിയിൽ വേറെ ആളുണ്ടാവും, അങ്ങനെയാ തോന്നേണ്ടത്. അതാ നല്ല ഭർത്തൃ ബന്ധം ജീവിതം, കുടുംബജീവിതം. മറ്റേത് നല്ലതെന്ന് പെണ്ണുങ്ങൾ ചിന്തിക്കാൻ പാടില്ല, മറ്റേ പെണ്ണാ നല്ല മറ്റേ പെണ്ണാണ് നല്ലതാണും ചിന്തിക്കാൻ പാടില്ല. ഏറ്റവും നല്ല സ്വർഗം എൻ്റെ ഭർത്താവാണ് എന്നാ. കാരണം നാളെ മഅ്ശറയിൽ പോയാൽ ഇത് തന്നെ നമുക്ക് തിരിച്ചറിയാം. മയ്യത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ദുആരക്കുമ്പോ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജി വദാരൻ ഖൈറൻ മിൻ ദാരി വജീറാനൻ ഖൈറൻ മിൻ ജീറാനി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അസാബിൽ ഖബരി വമിൻ ഫിത്നതിഹി വമിൻ അസാബിൻ നാർ. ഇല്ലേ മയ്യിദ്സ്കാരത്തിൽ നമ്മൾ ദുആർക്കലില്ലേ, പടച്ചവനെ ഇതിനേക്കാളും നല്ല ഭർത്താവിനെ കൊടുക്കുക. വഅബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജി, ഭാര്യയാണെങ്കിൽ പടച്ചവനെ, ഭർത്താവാണെങ്കിൽ പടച്ചവനെ ഇതിനേക്കാളും നല്ലൊരു ഭാര്യ അയാൾക്ക് കൊടുക്കുക. അപ്പൊ വേറെ പെണ്ണിനെ തരണം എന്നല്ല ആ ഹദീസിനെ വിശദീകരിക്കുന്നത്. ഭാര്യന്റെ കോലൊന്ന് മാറ്റണേ എന്ന, ഒന്ന് ഫ്രഷ് ആക്കുക, പുതിയ പേപ്പർ ഇട്ടോടെ, പുതിയ 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 ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ അർത്ഥം. കോലൊന്നും കൂടി മാറ്റി ഉഷാറാക്കുന്ന അതിന്റെ അർത്ഥം. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ കൊതിച്ച സലീഖനെ നിങ്ങൾക്കറിയില്ലേ? സലീഖ ബീവി അറിയില്ല, സുലൈഖ അല്ലേ? അലൈഹിസ്സലാത്തു വസ്സലാം സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരനെ മിസ്റിന്റെ മുഴുവൻ പെണ്ണുങ്ങളും കൊതിക്കുമ്പോൾ മിസ്റിന്റെ രാജാവിന്റെ രാജ്ഞിയായ ബഹുമാനപ്പെട്ട സലീഖയും സ്വാഭാവികമായും കൊതിച്ചപ്പോൾ ഒരു വേള ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി കടന്നു വരികയാണ് സലീഖ. കിളവിയാന്നാ വിചാരം, കിളവിയായിരുന്നു. പക്ഷേ അല്ലാഹു തആല യൂസുഫ് നബിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് സലീഖനെ മാറ്റിക്കൊടുത്തു. നല്ലൊരു ഇണതുണകളായി മാറി, നല്ല സുന്ദരിയായി മാറി. പണ്ടൊക്കെ എപ്പോഴും യൂസുഫ് നബിന്റെ വേക്കിൽ ഇങ്ങനെ നടക്കല സലീഖ ബീവി നല്ല ചൊർക്ക. യൂസുഫ് നബിന്റെ ഭാര്യയായി വന്നപ്പോ സലീഖ ബീവിക്ക് പിന്നെ ഇബാദത്തിനോട് ഇഷ്ടായി. പിന്നെ രാത്രി ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ യൂസുഫ് നബിക്ക് പിന്നെ സലീഖാനെ വേണം. സലീഖ അങ്ങ് നിക്കരിച്ച് കഴിയുന്നില്ല, നിക്കറന്നെ നോമ്പന്നെ നിക്കാരം തന്നെ. പിന്നെ സലീഖാനെ മാന്തൽ തുടങ്ങി, സലീഖ നിർത്തി വരീന്ന് പറയൽ തുടങ്ങി. അത്രമാത്രം ബഹുമാനപ്പെട്ട സലീഖ ബീവി റളിയല്ലാഹു അൻഹായെ അള്ളാഹു അലങ്കരിച്ചു എന്നാണ് ചരിത്രത്തിലുണ്ട്. അതാണ് വേറെ ഭാര്യനെ കൊടുക്കും സ്വർഗത്തിൽ നിന്നല്ല, നമ്മളെ ഭാര്യനെ നമുക്ക് സ്വർഗത്തിൽ കിട്ടുക. പക്ഷേ അള്ളാഹു അതിനെ മധുര 17 കാര്യാക്കി മാറ്റിത്തരുന്നുണ്ട്, സുന്ദരിയാക്കി മാറ്റിത്തരും. നമ്മുടെ ഭാര്യയെ തന്നെ, ഭാര്യക്ക് ഭർത്താവിനെ അള്ളാഹു മാറ്റി കൊടുക്കൂല, അതേ ഭർത്താവിനെ പക്ഷേ കോലവും ചേലവും മാറ്റി നല്ല സുന്ദരനാക്കി കൊടുക്കുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താ നബിയോട് ഒന്ന് പറയണത്? ഒരു പെണ്ണ് വന്നിട്ട് പറയാം, നബിയേ അഹബു നഫ്സീ ലക യാ റസൂലല്ലാഹ്, എന്നെ ഇതാ പിടിച്ചോ, എന്നെ കെട്ട് നബിയെ, എന്നെ കെട്ട് നബിയെ. മദീനത്തെ പെണ്ണുങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്. നബി സല്ലല്ലാഹു ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം കിട്ടാൻ പറ്റുമോ? ഉള്ള പെണ്ണുങ്ങളെ അച്ചറയാക്കൂലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10-11 ഇനിയും കെട്ടിയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളെടുത്ത് ഇങ്ങനെ പറയും, റസൂലുള്ളാഹി തങ്ങൾക്ക് ആ പെണ്ണിനെ വേണ്ട, ഇത്ര മതി. ആ സമയത്ത് ഒരാൾ വന്ന് പറയുന്നു, നബിയേ നിങ്ങൾക്ക് അതിന് വേണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചു തരൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാബി പാവം, ഒരു മിസ്കീൻ, ഒരു ഫക്കീർ, ഒന്നും ഇല്ലാത്തൊരു പാവം പെണ്ണൊന്നും കിട്ടാണെങ്കിൽ നിൽക്കുക. ആ പെണ്ണിനാണെങ്കിൽ ഒരു മാപ്പിളനെ വേണം, ആ മാപ്പിള നബിയാകണം. നബിക്കാണെങ്കിൽ ഇപ്പൊ 30 വേണ്ട, അപ്പൊ നിങ്ങൾക്ക് കെട്ടിച്ചെന്നാളി. ആ പെണ്ണ് ചോദിക്കുകയാണ്, ആ പെണ്ണിനോട് ആ സ്വഹാബി ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ വിവാഹം ചെയ്തോളൂ, നിങ്ങൾ അവർക്ക് എന്താ മഹർ കൊടുക്കുക? എന്താണ് മഹർ കൊടുക്കുക? മഹർ എന്തെങ്കിലും കൊടുക്കണം, മഹർ കൊടുക്കാണ്ട് കെട്ടാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഹാബി പറഞ്ഞു, നബിയേ ലൈസ ലീ ഇല്ലൽ ഇദാർ, ഞാൻ ഈ ഉടുത്തതല്ലാത്ത വേറൊരു സാധനം എൻ്റെ അടുത്തില്ല. കൊടുക്കണമെങ്കിലേ ഈ ഉടുത്ത തുണിയെ എൻ്റെ അടുത്തുള്ള വേറെ ഒന്നും ഇല്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഈ തുണിയല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലം ഇന്നലകളിൽ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും ദാരിദ്ര്യം പിടിച്ച കഷ്ടപ്പാട് പിടിച്ചൊരു കാലം. തുണിയൊക്കെ കക്കുന്ന ആളുകളുണ്ടല്ലോ, ആറിയിട്ട തുണിയൊക്കെ കട്ടുകൊണ്ടുവന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു ഇല്ലേ? നിങ്ങളെ ഓർമ്മയിലുണ്ടാ? അതെ. ഇപ്പൊ ആരെങ്കിലും വന്നൊന്ന് എടുത്ത് കിട്ടിയാൽ മതി നമ്മളെ തുണി. ഇന്ന് അയലും വന്നൊന്ന് ഒഴിവായി കിട്ടിയല്ലോ. ഈ പഴയ തുണിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതൊന്നും തിരിയണില്ല. അത്രയും ദാരിദ്ര്യം പിടിച്ച അവിലുമ്മലും അതുപോലെ തന്നെ കട്ടൻ ചായമ്മലും ജീവിതം അവലംബിച്ചൊരു കാലം ഇന്നലെ നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ, നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടെങ്കിൽ അതിൻ്റെയും മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബി വന്ന് പറയാൻ, നബിയേ ഈ പെണ്ണിന് എന്തെങ്കിലും മഹർ കൊടുക്കണമെങ്കിൽ ഇതാ ഈ ഉടുത്തതല്ലാതെ എൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ നബിയെ, ഈ ഉടുത്തതേ എൻ്റെ അടുത്തുള്ളൂ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് സക്കാത്ത് നിന്ന് വന്ന ഫണ്ടിൽ നിന്ന് കുറച്ച് മുതൽ കൊടുത്തു. അങ്ങനെ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു. ആ സഹാബിക്ക് ഫക്കീറാണ്, തൽക്കാലം മഹർ കൊടുത്ത് കെട്ടിയാൽ മതിയോ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം നയിക്കണ്ടേ? എങ്ങനെയാ പെണ്ണിന് ചെലവ് കൊടുക്കുക? ഇൻ തകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ഒരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഒരു അത്ഭുതമാണ്. ഒരു അത്ഭുതമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളൊരു വിഷയം നമ്മളെ ചിന്തിപ്പിക്കാൻ ഖുർആൻ തൊട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അതിൽ ഭയപ്പെടേണ്ടതില്ല. യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരുമെന്ന്, അള്ളാഹു നിങ്ങൾക്ക് അതിന് വഴിവെച്ച് തരുമെന്ന്, അള്ളാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തരുമെന്ന്, നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാനുള്ളൊരു മേഖല അള്ളാഹു അതിലൂടെ തുറന്നു തരുമെന്ന് വിശുദ്ധ ഖുർആൻ. പലതും ഉണ്ട്. അങ്ങനെ നല്ല നീയത്തോടുകൂടി ചെയ്ത പല കാര്യങ്ങൾ കൊണ്ട് മുതലാളിയാവുന്ന നല്ല നീയത്തോടുകൂടി, രണ്ട് നീയത്ത്, ഒന്ന് അള്ളാന്റെ പൊരുത്തം, രണ്ട് ജീവിത വിശുദ്ധി, ഈ രണ്ട് ഉദ്ദേശത്തോടുകൂടി വിവാഹം ചെയ്താൽ അള്ളാഹു മുതൽ തരും, യുഗ്നിഹിമുള്ള മുതലാളിയാക്കും. ഹജ്ജ് ചെയ്താൽ പൈസ നഷ്ടാകില്ല ഇല്ലേ? 2-3 ലക്ഷം ഉറുപ്പ്യ പോകും. അത് കെട്ടിക്കൊടുക്കുന്ന പൈസ, അതിന് പുറമെ വേറെ ചിലവ് വേണോ? പാർട്ടിയെല്ലാം കൊടുക്കണം ഇല്ലേ? ഹജ്ജിന് പോകുമ്പോൾ പാർട്ടിയൊക്കെ കൊടുക്കൂലേ? നമ്മുടെ നാട്ടിലൊക്കെ ഗംഭീരാണ് പാർട്ടി കൊടുക്കൽ, ഹജ്ജിന് പാർട്ടി കൊടുക്കുക അല്ലേ? ഭക്ഷണം കൊടുക്കൽ നല്ല, കുഴപ്പമൊന്നുമില്ല. എൻ്റെ നാട്ടിൽ ഈ വർഷം 2 ആളാണ് ഹജ്ജിന് പോയി. ഇവിടെ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഹജ്ജിന് പോയോ? 2 ആൾ. ഞങ്ങളുടെ നാട്ടിൽ ഈ വർഷം 2 ആളാണ്. ഞങ്ങളുടെ നാട്ടിൽ 2 ആൾ. ഒരു മുജാഹിദുകാരനാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. എന്നെ പറഞ്ഞ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് കേൾക്കണം. ഞാൻ ചോദിച്ചു, ഹദീസിലുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുമ്പോൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നബി ഹജ്ജിന് പോയിട്ടില്ലേ? അപ്പോൾ ചോറ് ബിരിയാണി വെച്ച് വിതരണം ചെയ്തിട്ടുണ്ടോ? നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടോ? ആളുകളെ വിളിച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഹദീസ് കാണിച്ചെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. തൽക്കാലം അയാൾ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ മക്കത്ത് മദീനത്ത് പോയി വന്നിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഹദീസ് ഉണ്ടോന്ന് അറിയില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ പ്രത്യേകിച്ച് ചോറൊന്നും കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്ന തലേന്ന് ആളുകൾക്ക് വിളിച്ച് പാർട്ടി കൊടുത്തിട്ടില്ല. അങ്ങനെ ഹദീസിൽ കാണാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചത് തെറ്റാന്ന് പറയാൻ പറ്റൂല. അത് നബി ചെയ്തിട്ടുണ്ടോ? നബി ചെയ്തിട്ടുണ്ടോ? ഡെമോക്രസിന്റെ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ, അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് ഓരോന്നും ചെയ്യുമ്പോൾ നബി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നബി ചെയ്തിട്ടുണ്ടോ? എല്ലാ നബി ചെയ്തതല്ല, മറിച്ച് ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും ഇമാമിങ്ങളുടെ പഠനങ്ങൾ കൊണ്ടൊക്കെ നബി പൊതുവായി പഠിപ്പിച്ചെന്നൊക്കെ പൂർത്തിയാകുമ്പോഴേ ദീന് പൂർത്തിയാവുള്ളൂ. അല്ലാത്തവൻ ഇങ്ങനെ പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. അയാൾ കുടുങ്ങിയതുപോലെ. അയാളെ ചോറിനേക്ക് തെളിവില്ലല്ലോ. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട എന്താ നമ്മൾ പറഞ്ഞത്? വിഷയം മാറിപ്പോയാ? എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയത്? ഒന്നല്ലല്ലോ. ഓ ആണെന്നൊക്കെ വിട്ടില്ലേ? അതെ, ഹജ്ജ് ചെയ്താൽ, ഗുഡ് മാൻ, ഹജ്ജ് ചെയ്താൽ എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഹജ്ജ് ചെയ്യണം. എന്നാൽ ആ ഹജ്ജ് ചെയ്താൽ അള്ളാഹു ഹജ്ജ് മഖബൂലാക്കിയതിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് യുഗ്നിഹിമുല്ലാഹ്, മുതലാളിയാക്കുന്ന. മനസ്സിലായിട്ടില്ല? തിരിഞ്ഞിട്ടില്ല? ഹജ്ജ് ചെയ്താൽ, ഹജ്ജ് മഖബൂലായാൽ അള്ളാഹു അത് മുതൽ തരും എന്ന് ഹദീസിലുണ്ട്. യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു ഐശ്വര്യമാക്കി തീർക്കും. അള്ളാഹു നമുക്കൊക്കെ ഐശ്വര്യം തരട്ടെ. നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ളത്, നമുക്ക് ദാനം ചെയ്യാൻ ആവശ്യമുള്ളതൊക്കെ നമുക്ക് അള്ളാഹു തരിക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? അള്ളാഹു നൽകുന്ന സന്തോഷമാണ്. യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു ഐശ്വര്യം തരുമെന്നാണ്. ഹജ്ജ് ചെയ്താൽ അള്ളാഹു നൽകുന്ന, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നതുപോലെ ഐശ്വര്യം വർദ്ധിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒരാൾ
പതിവായി ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ വാഖിയ. പതിവായി ഒരു മനുഷ്യൻ അത് ഓതുന്നുണ്ടെങ്കിൽ യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു ഗിന കൊടുക്കുമെന്ന്, അള്ളാഹു ഐശ്വര്യമാക്കുന്ന, ദാരിദ്ര്യം തൊടൂല എന്നൊക്കെ ഹദീസുണ്ട്. അതുപോലെ പതിവാക്കി ചെല്ലുന്നൊരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ ദിവസവും ഒരാൾ പതിവാക്കിയ രണ്ട് കാര്യമാണ്. കാന ലഹു അമാനം മിനൽ ഫഖർ, ദാരിദ്ര്യം അയാളെ തൊടൂല, ദാരിദ്ര്യം അയാളെ തൊടൂല. നമ്മുടെ സംഘാടകർ ബക്കറ്റ് വരെ വരുന്നുണ്ട്, വലിയ പൈസയെ കീശയിലുള്ളൂ, എന്താ ചെയ്യുക, എൻ്റെ പകരം കൂടി ഞങ്ങൾ ഇട്ടാൽ മതി. ഇവിടെ ഒരുപാട് ചിലവുണ്ട്. എന്താ നമ്മളെ നെറ്റൊക്കെ എടുത്തിട്ടാണ് ക്ലാസ് റൂമിൽ പരിപാടി കൊടുക്കുന്നത്. എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ ചോദിക്കും. നമ്മളെ ക്ലാസ് റൂമാണ് നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, നമ്മളെ ക്ലാസ് റൂമാണ്. ലോകം മുഴുവനും നമ്മുടെ പരിപാടി വീശിച്ചുകൊണ്ടിരിക്കാൻ, ചെറുപ്പറും മുങ്കാളത്തൊക്കെ. അപ്പോൾ അതിന് നെറ്റ് എടുക്കാനൊക്കെ ഒരുപാട് ചിലവുണ്ട്. അതിൻ്റെ കാശുകൾ കൊടുക്കണമെന്ന് തുറത്തേറിയിക്കണം, വേറെ ഒരു ചിലവൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട സൂറത്തുൽ വാഖിയ ഒരു മനുഷ്യന് പതിവാക്കിയാൽ അള്ളാഹു അവനെ അതിലൂടെ സമ്പത്ത് തരുമെന്നാണ്. മറ്റൊന്ന്, കാന ലഹു അമാനം മിനൽ ഫഖർ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ പതിവായ ഒരു മനുഷ്യൻ ചൊല്ലിയ രണ്ട് നാട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, അയാൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല, പതിവാക്കി ചെല്ലുന്നവർക്ക് ദാരിദ്ര്യം വരൂല. രണ്ട്, ഖബറിന്റെ ഏകാന്തതയിൽ അയാൾ ഒറ്റക്കിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ ദിക്ർ കൂട്ടായി വരുമെന്നാണ്. മനസ്സിലായിട്ടില്ല? ഖബറിൽ നമ്മൾ ഒറ്റക്കാവുമല്ലോ, അപ്പൊ ഈ ദിക്ർ അമീന ഉൻസത്തായി അവനിക്ക് നേരം പോക്കായി സമാധാനത്തിന് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദാരിദ്ര്യ നിർമാർജനത്തിന് പടച്ച തമ്പുരാൻ വെച്ച ഒരുപാട് മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ് ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾ ദരിദ്രരാണെങ്കിൽ ആ വിവാഹത്തിലൂടെ നിങ്ങൾ സതുദ്ദേശം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റിള വിചാരിച്ചുകൊണ്ട്, ജീവിതത്തിന്റെ തഅഫ്ഫുഫ് ഉദ്ദേശിച്ചുകൊണ്ട്, ജീവിത വിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിവാഹം ചെയ്താൽ ആ വിവാഹത്തിലൂടെ വിവാഹം പുലർത്തേണ്ട സമ്പത്ത് അള്ളാഹു അവനിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുമെന്ന്, എളുപ്പമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ് വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു തആല വാസിയാണ്, അവൻ വിശാലമായവനാണ്, അലീം, അവൻ എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്ന അല്ലാഹു, വിശാലത ചെയ്യാൻ കഴിവുള്ള അല്ലാഹു നിന്റെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണ്, നീ ഒരു മനുഷ്യനെ വിവാഹം ചെയ്യുമ്പോൾ അവളെ പുലർത്താനുള്ള സാഹചര്യം എനിക്കുണ്ടാകൂല എന്ന് നീ ഭയപ്പെട്ട് പിന്മാറേണ്ടതില്ല. നിന്നെ രക്ഷപ്പെടുത്തേണ്ട, നിന്റെ വിവാഹ ജീവിതം പുലർത്തേണ്ട സാമ്പത്തിക സ്രോതസ് അള്ളാഹു തരുമെന്ന് ഈ ആയത്തിലൂടെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. ഇനി ഇവിടെ ചോദ്യമുണ്ട്, എന്താണ് ഒരാൾക്ക് വിവാഹം ചെയ്യാൻ മഹർ കൊടുക്കാൻ പോലും കയ്യിൽ എന്താ ചെയ്യുക? ആളുകളൊന്നും സഹായിക്കാനൊന്നുമില്ല. ആളുകൾ പരമാവധി സഹായിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി പിരിവെടുക്കും, എന്നെ മോളെ കെട്ടിക്കണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിവെടുക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? ഇപ്പം അതൊന്നുമില്ല, ഉണ്ടോ? ജാതിക്കൂട്ടത്തൊക്കെ വന്ന് എത്ര പള്ളിയാഴ്ചയായിരുന്നു പെൺകുട്ടികളെ കെട്ടിക്കാൻ പിരിവെടുത്തിന്. ഇപ്പോൾ വളരെ കുറവാണ്. ഏതെങ്കിലും സാധു മൂല്യന്മാരും ഇല്ല, ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഞങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. കല്യാണത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മോളെ കെട്ടിരിക്കാൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവൾ അന്വേഷിക്കും വല്ല പൈസ പരിപാടി ഉണ്ടോ, ഉണ്ടെങ്കിലേ പോകുള്ളൂ, അല്ലെങ്കിൽ വെറുതെ എന്തിനാപ്പാ ബുദ്ധിമുട്ടണ്ട, അങ്ങോട്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ട് അവരും ബുദ്ധിമുട്ടുണ്ട്, അതായത് ഒഞ്ഞിക്കല കുറവാണ്. ഇപ്പം എല്ലാം കുറഞ്ഞ് വന്നു പോയിട്ടുണ്ട്. എന്നാൽ അപൂർവമായിട്ടുണ്ട്, സമ്മതിച്ചു തരാണ് നിങ്ങൾക്ക്, അപൂർവമായിട്ടുണ്ട്, കുറവാണ്. പഴയ കാലത്തൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പിരിവും പ്രയാസമൊക്കെ ആയിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും മോളെ കെട്ടിച്ചു വിടുക എന്നൊക്കെ ജനസഹായം തേടുകയാണ്. ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ ഒരു ഉപ്പ കഷ്ടപ്പെട്ടു പോയാൽ അവനിക്ക് പകരം സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെൺകുട്ടിനെ നല്ല നിലക്ക് കെട്ടിച്ചു കൊടുത്താൽ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്നാണ്. 2 പെൺകുട്ടിയും 3 പെൺകുട്ടിയൊക്കെ ഉള്ള ആളുകൾക്ക് സൗഭാഗ്യമാണ്, മഹാസൗഭാഗ്യം. ആ പെൺകുട്ടികളെ കെട്ടിക്കയക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ കഷ്ടപ്പെട്ടു പോയാൽ പെൺകുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പാഠമാണ് സ്ത്രീത്വത്തോടുള്ള സ്നേഹമായി. മാത്രമല്ല അറബ് രാജ്യത്തൊക്കെ പോയാൽ നേരെ തിരിച്ചാ, എന്നെ കെട്ടാൻ വേണ്ടി സഹായിക്കണം എന്ന് അവരുണ്ട്. പെൺകുട്ടികളെ കെട്ടിക്കാനാണ് സഹായിക്കേണ്ട. പെൺകുട്ടിനെ കിട്ടിയൊരു അറബി രക്ഷപ്പെട്ടു. അതേ സ്ഥാനത്ത് ചെറുപ്പക്കാരൻ ഒമാനിൽ നമ്മളെ സുഹൃത്ത് അലിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഭക്ഷണം ചായ പിടിച്ചാൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലാർ 1-2 ആളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ
കുറച്ച് ഒമാനികൾ വന്നു ചായ കുടിക്കാനിരുന്നപ്പോൾ അവർ ഇന്ത്യയിലാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. എവിടെയാണ് വന്നത്? അജ്മീറൊക്കെ വന്നിട്ടുണ്ട്. അജ്മീറിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ വിവാഹം കഴിച്ചില്ല. വിവാഹം സുബ്ഹാനല്ലാഹ് നടക്കൂല എന്ന് പറഞ്ഞു. എന്തേ നടക്കാത്തത്? എവിടുന്നാ? അതിനുള്ള മാർഗ്ഗമില്ല, ശമ്പളം ഇത്രയാണ്, ഇത്ര ചെലവാണ്, പിന്നെ എവിടുന്നാ? നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവില്ല, സ്വപ്നം ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഏതായാലും പിരിവിന് വയ്ക്കാതെ രക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബികളൊക്കെ അതൊരു സ്വപ്നമായി കാണും, വിവാഹം ചെയ്യാൻ പറ്റാത്ത പാവങ്ങളായ ഫക്കീർമാരായ ഒമാനി ഒമാനികളൊക്കെ വളരെ പാവങ്ങളാധികോ. അപ്പോ അതിനിങ്ങനെ സഹായം, എങ്ങനെയും കാര്യങ്ങൾ സഹായം കിട്ടിയിട്ട് ഒരു മനുഷ്യന് വിവാഹം ചെയ്യാൻ കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ അള്ളാഹു എങ്ങനെയെങ്കിലും കുടുംബം പുലർത്താനുള്ള സൗഭാഗ്യം കൊടുക്കുമെന്നാണ്. ഇനി അതിനും കഴിയുന്നില്ലെങ്കിലോ? അതാണ് അള്ളാഹു പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا حَتَّى يُغْنِيَهُمُ اللَّهُ مِنْ فَضْلِهِ وَالَّذِينَ يَبْتَغُونَ الْكِتَابَ مِمَّا مَلَكَتْ أَيْمَانُكُمْ فَكَاتِبُوهُمْ إِنْ عَلِمْتُمْ فِيهِمْ خَيْرًا وَآتُوهُمْ مِمَّا لِلَّهِ الَّذِي آتَاكُمْ ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا لتبتغوا أرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. വളരെ നീണ്ട ആയത്താണ്. ഇതിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബിസ്മില്ലാഹ്. നിക്കാഹ് എത്തിക്കാത്ത ഒരാൾ, നിക്കാഹിനുള്ള വഴികൾ, അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള മഹർ, അതിനുള്ള സന്ദർഭങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു പെണ്ണിനെ കെട്ടാൻ മഹർ കൊടുക്കണം. ഫസ്റ്റ് നഫക്കകളും അതിന്റെ കെട്ടിടങ്ങളും അതിന്റെ അല്ലേ. ഒരു അറബ് രാജ്യത്തൊക്കെ ഒരു പെണ്ണിനെ കെട്ടാൻ ആകെ ശിക്ക കൊടുക്കണം. താമസിക്കാൻ ഒരു ശിക്ക കാണിക്കണം. ശിക്ക, ഒരു കസർ, ഒരു വില്ല എന്നതിന് പറയാ. നമ്മുടെ നാട്ടിലെ വീട്, ആദ്യം തന്നെ വീട് ഇതാ, ഇത് എൻ്റെ വീടാ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ കാണിച്ചാൽ മാത്രമേ പെണ്ണിനെ കിട്ടുള്ളൂ, അല്ലെ കിട്ടൂല. താമസിക്കാൻ സ്ഥലം വേണ്ടേ? ഈജിപ്തിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെയായി നിങ്ങളെ ഖത്തറിലെ ജയിലൊക്കെ തന്നെയാ. അതൊക്കെ കാണിക്കണം ആദ്യം. എത്രയാ ശിക്കൊക്കെ പൈസ? ഞാൻ അന്വേഷിച്ച് നോക്കി ഒന്ന് നടക്കുമോ നോക്കാൻ വേണ്ടി. ഇന്ത്യൻ മണി 3 ലക്ഷമൊക്കെ ഉണ്ട്. തൽക്കാലം തലയൊറിഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഒരു ശിക്കൊക്കെ മാത്രമേ മഹർ വേറെയും വേണം. അതെത്രയാ അവള് പറയുന്ന അവളെ പ്രതാപത്തിനനുസരിച്ചാണ്. അവളെ നിറം നല്ലോണം തൊലി നിറം ഉള്ളതാണെങ്കിൽ അനുസരിച്ച് കൊടുക്കേണ്ടി വരും. ഏതായിരുന്നാലും അതെല്ലാം ഫസ്റ്റ് ടൈമിൽ കൊടുക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ എന്താ ചെയ്യാ? ഖുർആൻ പറയാൻ, നിക്കാഹ് ചെയ്യാനുള്ള മാർഗങ്ങളില്ലാത്തൊരു മനുഷ്യൻ അവൻ ഇഫ്ഫത്ത് തേടിക്കൊള്ളട്ടെ. അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് ആ മനുഷ്യനെ ഗിനിയാക്കുന്നത് വരെ അവൻ ഇഫ്ഫത്ത് തേടി നിന്നുകൊള്ളട്ടെ. അള്ളാഹുവിനോട് ഇഫ്ഫത്ത് തേടുക, വിശുദ്ധി തേടിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുക? അവനക്ക് ഇഫ്ഫത്ത് കിട്ടാൻ ഇഫ്ഫത്തെ തേടിക്കൊണ്ട് അവൻ വെയിറ്റ് ചെയ്തു കൊള്ളട്ടെ. അള്ളാഹു അവനക്ക് ഇഫ്ഫത്ത് കൊടുക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുക എന്നതാണ് അതിനുള്ള മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇല്ലം യസ്തതി ഫഅലൈഹി വിജാ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു വിജാ. അവൻ നോമ്പെടുക്കുക വേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പെടുക്കുക. മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വികാരങ്ങൾ തന്നെ നയിക്കുന്നുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാർഗമാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്. നോമ്പെടുക്കാന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ അള്ളാഹുവിനോട് ഇഫ്ഫത്ത് തേടുക. പരമാവധി അവന്റെ ശരീരം അവൻ ശുദ്ധി വരുത്താൻ, മോശമായ മാർഗങ്ങളിലേക്ക് അവൻ പോകാതിരിക്കാൻ അവന്റെ ശരീരത്തെ അവൻ പിടിച്ചു നിൽക്കുക. അവൻ അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അവൻ ഇഫ്ഫത്ത് നേടുകയാണ് വേണ്ടത്. അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവനക്ക് നൽകുന്നത് വരെ അവൻ ശമിച്ചു നിൽക്കുക. ആ ശമിച്ചു നിൽക്കുന്ന സമയത്ത് അവന്റെ വികാരങ്ങളെ അവൻ ശമിപ്പിക്കാൻ വേണ്ടി അവൻ നോമ്പെടുക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോ പരിശുദ്ധ ഇസ്ലാമിൽ വിവാഹത്തിന് നൽകുന്ന പ്രാധാന്യങ്ങളും വിവാഹം ചെയ്താലുള്ള സൗകര്യങ്ങളും വിവാഹം ചെയ്യാൻ പറ്റാത്ത ആളുകളോടുള്ള നിർദ്ദേശങ്ങളുമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിൽ വിവാഹത്തിനുള്ള ബഹുമാനം, അതിനുള്ള ആദരവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതം, അവിടുത്തെ കുടുംബജീവിതം അതൊക്കെ തുറന്ന പുസ്തകമായി നിലകൊള്ളുകയാണ്. ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം, കുടുംബജീവിതം, മക്കള്,
സന്താനങ്ങൾ പരമ്പരകളൊക്കെ നിലനിർത്താൻ വേണ്ടി ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബജീവിതം നൽകി, ആദരവായ ജീവിതം നൽകി അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 2 കാര്യം അറിയിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടാകില്ല. അടുത്ത ആഴ്ച ജാതിക്കൂട്ടത്തെ പള്ളി എന്നതിനെ പറയും ഓഡിറ്റോറിയം എന്ന്, ഓഡിറ്റോറിയം ഇല്ലാത്തൊരു ഓഡിറ്റോറിയം, മുതലക്കുളം എന്ന് പറയുന്ന പോലെ ഇല്ലാത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ജാതിക്കൂട്ടം പള്ളിൻ്റെ അടുത്ത്. നിങ്ങൾ മോശമായി കാണുമെന്നും വേണ്ട, ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ ഭാവിയിൽ അവിടെ ഓഡിറ്റോറിയം ആവും. ജാതിക്കൂട്ടത്ത് വേറെ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവും. അവിടെ 15-ാം തീയതിയും 16-ാം തീയതി 2 ദിവസത്തെ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയാണ്. കോളേജിലെ കുട്ടികളുടെ കഥാപ്രസംഗം